സംശയഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 105-ാമത്തെ പദ്യമാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ 59-ാമത്തെ പേജിൽ 14-ാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദ്യം. കൂട്ടിർ കുരങ്കൈ നിഴർകോരണി കൂത്താം മനത്തൈ ആട്ടിപ്പിടിത്താരടക്കുവാർ കാച്ചിയറ ചുമ്മാവിരിക്കിൽ അശയാത് ചുറ്റു വിശിറി അമ്മാനെ പമ്പരം കാണും. ഈ കുരങ്ങന്റെ ഉദാഹരണത്തെ കണ്ണുടയ ഉള്ളലാർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എവിടെയൊക്കെ ഈ മനസ്സിന്റെ കാര്യം പറയണോ അവിടെയൊക്കെ ഈ കുരങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ശങ്കരാചാര്യ സ്വാമികളും അത് തന്നെയാണ്. കപിചല കാർപ്പണ്യ ദുഷ്ടോനവ ബുദ്ധിർ ബുദ്ധകുവൃത്തികേവ കുഹനാൻ ആജ്ഞാനമന്ദം തമഃ. കപിചലം കുരങ്ങനെ പോലെ ചപലം. കുരങ്ങൻ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. അതിനെ കൂട്ടിനകത്തിട്ടാലും അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. സാധാരണ ജീവികളെ കൂട്ടിലടച്ചാൽ കുറേ സമയം അകത്തും ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം ഒരു മൂലയ്ക്ക് ചെന്നിരിക്കും. സിംഹവും കടുവയും പുലിയും ഒക്കെയാണ്. പക്ഷെ ഈ കുരങ്ങൻ മാത്രം അതിൻ്റെ ചാപല്യം കാരണമായിട്ട് അടങ്ങിയിരിക്കുക എന്നുള്ളത് അതിനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. അത്യന്ത ചപലം. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്നത് കുരങ്ങനെ കാണുമ്പോൾ, അദ്ദേഹം കേരളത്തിൽ ചട്ടമ്പി സ്വാമികളെ കാണാൻ വന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് സംസാരിച്ചത്. അപ്പോൾ ആ മരത്തിൽ 1-2 കുരങ്ങന്മാരിങ്ങനെ ഓടി ചാടി പോകുന്നത് കണ്ടിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഈ കുരങ്ങിൻ്റെ ചാപല്യം കണ്ടാൽ എൻ്റെ മനസ്സാണ് എന്ന് തോന്നും. മനസ്സിനെ പോലെയാണ് ഈ കുരങ്ങൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനസ്സ് കുരങ്ങനെ പോലെയാണ് എന്നാണ് പറഞ്ഞത്. കാരണം അത് അടങ്ങിയിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിലിറ്റി. അസാധ്യത്തിന് തൊട്ട് താഴെയാണ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നർത്ഥം. ഏതാണ്ട് നമുക്ക് അത് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. കൂട്ടിർ കുരങ്കൈ നിഴർ കോരണി കൂത്താം മനത്തൈ ആട്ടിപ്പിടിത്താരടക്കുവാർ. ഈ യോഗികളൊക്കെ എന്താ ചെയ്യുന്നത്? പ്രാണായാമത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക, ചിത്തത്തെ സങ്കല്പമുക്തമാക്കുക, ചിത്തവൃത്തികളെ നിരോധിക്കുക. ഇത് ലക്ഷ്യം വെച്ചാണല്ലോ ഈ അഷ്ടാംഗ യോഗം പതഞ്ജലി മഹർഷി എഴുതി വെച്ചത്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത് നോക്കൂ. കൂട്ടിർ കുരങ്കൈ, മനസ്സെന്ന് പറയുന്നത് കൂട്ടിലടച്ച ഒരു കുരങ്ങനെ പോലെയാണ്. അതിൻ്റെ ചാപല്യം ഒരിക്കലും അതിനെ വിട്ട് അകലുകയില്ല. എന്നും അത് ചപലമാണ്. അപ്പോൾ കൂട്ടിലടച്ച കുരങ്ങനെ പോലാണ് മനസ്സ്. ഇനി വേറെ ഏതുപോലെയാ? നിഴർ കോരണി കൂത്താം. നിഴൽ കൂത്ത് എന്ന് പറഞ്ഞിട്ട് നിഴല് വെച്ചിട്ട് ഒരു സ്ക്രീനിലോ ചുവരിലോ ചില കളികളൊക്കെ അവതരിപ്പിക്കും. നിഴൽ കൂത്ത് എന്നാണ് പറയുന്നത്. നിഴൽ കുത്തല്ല. നിഴൽ കുത്തെന്ന് പറയുന്നത് ഈ മന്ത്രവാദം പോലെ ഒരാളുടെ നിഴലിൽ ആണിയോ എന്തൊക്കെയോ ഇത് ചെയ്തിട്ട് അയാളെ ഇതിനെ ദ്രോഹിച്ചാൽ ഈ നിഴലില് ഏൽപ്പിക്കുന്ന ആഘാതം ക്ഷതം അയാളിലേൽക്കും എന്നൊക്കെയാണ്. ആ നിഴൽ കുത്തല്ല, അത് മന്ത്രവാദികളൊക്കെ ചെയ്യുന്നതാണ്. ഇത് നിഴൽ കൂത്ത് എന്ന് പറഞ്ഞാൽ പാവക്കൂത്ത് കാണിക്കുന്നുണ്ടല്ലോ. പാവക്കൂത്തുകാരൻ നേരെ പാവകളെ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചരടിലൂടെ. ഇവിടെ നിഴൽക്കൂത്താണ് എന്ന് പറഞ്ഞാൽ എന്താ? പാവകളുടെ നിഴൽക്കൂത്ത്. എന്താണ് അതിനുള്ള പ്രത്യേകത? കാണികൾക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഈ നിഴൽക്കൂത്താണെങ്കിലും പാവക്കൂത്താണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ അതിനെ സ്വാധീനിക്കാനോ അവയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്താനോ ഒന്നും പറ്റില്ല. കാണാം. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ മനസ്സിൻ്റെ ചാപല്യങ്ങളെ നമുക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ നമുക്ക് ഒരു നിയന്ത്രണവും അതിൻ്റെ പുറത്തില്ല. നിഴർക്കോരണി, വിചിത്രവും ഭീതിജനകവുമായ
പാവക്കൂത്ത്, പാവകളുടെ നിഴൽക്കൂത്ത്. ചില നിഴൽക്കൂത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയുണ്ട്. എപ്പോഴും രസിപ്പിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ. ചിലതൊക്കെ ഭയാനകമായിരിക്കും. ചില നിഴൽക്കൂത്ത്, ഈ മനസ്സിൻ്റെ നിഴൽക്കൂത്തും ഇതുപോലെ ഭയാനകമാണ്. എന്തൊക്കെയാണ് അതിൽ മിന്നിമറയുന്നത്. പക്ഷെ എവിടെ പിടിക്കണം എന്ന് മാത്രം നമുക്കറിയുന്നില്ല. നമുക്ക് ഈ മനസ്സിനെ എവിടെ പിടിച്ചാലാണ് അതിൻ്റെ ചലനം നിൽക്കുക, ഇത് മാത്രം നമുക്കറിയില്ല. അതാണ് നിഴൽക്കോരണിക്കൂത്ത്. കാണാം, അതിനെ പിടിക്കാനോ നിയന്ത്രിക്കാനോ സാധ്യമല്ല. ചിത്തവൃത്തികളും ഇതുപോലെ നിഴൽക്കൂത്താണ്. ഏതെങ്കിലും ചിന്തയ്ക്ക് ശാശ്വതമായ സ്ഥാനം നമ്മുടെ മനസ്സിലുണ്ടോ? ഇല്ല. ഒക്കെ വന്നു പോകുന്നതാണ്. കുറേ നേരം നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഒരു ചിന്ത പെട്ടെന്ന് അപ്രത്യക്ഷമാവും. അതിൻ്റെ സ്ഥാനത്ത് പുതിയൊരു ചിന്ത കടന്നു വരും. അത് എത്ര നേരം നിൽക്കുമെന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയാവൂ. നമ്മൾ മനസ്സിൻ്റെ പിടിയിലാണ്. ഏത് ജീവിയും ഈ മായ അല്ലെങ്കിൽ മനസ്സിൻ്റെ പിടിയിലാണ്. ഈ മനസ്സിനെ നിശ്ചലമാക്കാതെ ആത്മതത്വത്തിലേക്ക് പ്രവേശവുമില്ല. എന്ത് ചെയ്യും? ചിന്തയെ അടക്കിയേ ചുമ്മാതിരിക്കും തിറൻ അരിത് എന്നാണ് തായ്മാനവർ സ്വാമികൾ പാടിയത്. ചിന്തയെ അടക്കി ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? അതൊരു ടെക്നിക്കോ സ്കില്ലോ ആണ്. അത് വളരെ അപൂർവം പേർക്ക് മാത്രമേ അത് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. അവര് ചിന്തിക്കണമെന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സ് ചിന്തിക്കും. ചിന്ത നിർത്താൻ പറഞ്ഞാൽ അവരുടെ മനസ്സ് നിർത്തുകയും ചെയ്യും. അതായത് മനസ്സിനെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നവർ. നമ്മളൊക്കെ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. ഇതാണ് വ്യത്യാസം. അഷ്ടമഹാസിദ്ധികളും നമുക്ക് സ്വന്തമാക്കാം. അതൊക്കെ മനസ്സിന്റെ തലത്തിലുള്ള സിദ്ധികളാണ്. പക്ഷേ അപ്പോഴും ഈ ചിത്തവൃത്തികളെ നിരോധിക്കാനുള്ള തന്ത്രം ആ യോഗിമാർക്ക് പോലും വശമായിട്ടില്ല, വശമാകുന്നില്ല. സിദ്ധിയൊക്കെ നേടിയിട്ടുണ്ട്, അതിനൊന്നും കുറവൊന്നുമില്ല. അപ്പൊ ഇതൊരു പാവക്കൂത്താണ്. എന്ത്? ചിന്തകളുടെ നിഴൽക്കൂത്ത്. പലതരം ഭാവങ്ങൾ ഇങ്ങനെ അതിൽ വന്നു പോകുന്നു. അങ്ങനെയുള്ള മനസ്സിനെ ആട്ടിപ്പിടിത്ത് ആരടക്കുവാർ ചോദ്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, പലതും ഒരു ചോദ്യ രൂപത്തിൽ നമ്മോടാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ചഞ്ചലമായ ചപലമായ മനസ്സിനെ ആരാണ് നിയന്ത്രിച്ച് അടക്കുന്നത്? ആദ്യം അതിനെ സ്വാധീനിക്കണം, എന്നിട്ട് അതിൻ്റെ ചലനം നിർത്തണം. ഇതാരെ കൊണ്ട് പറ്റും എന്നാണ് ഈ കണ്ണുടയ വള്ളലാർ സ്വാമികൾ തന്നെ ചോദിക്കുന്നത്. ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? അപ്പൊ നമ്മൾ തോറ്റു കൊടുക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അതിന് വേറെ വഴിയുണ്ടെന്നാണ്. നിങ്ങളുടെ ഈ യോഗാസനവും പ്രാണായാമവും കൊണ്ട് ഈ മനസ്സിനെ പൂർണ്ണമായി വരുതിയിൽ നിർത്തിക്കളയാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷെ അതിനെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ആട്ടിപ്പിടിത്ത് ആരടക്കുവാർ? ആരാണ് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ സമർത്ഥനാകുന്നത്? ഇനി ഈ നിഴൽക്കോരണിക്കൂത്ത് എന്നുള്ളതിന് സർക്കസിലൊക്കെ കോമാളി ഉണ്ടല്ലോ, ബഫൂൺ, ജോക്കർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അയാളുടെ കൂത്ത് പോലെയാണെന്ന്. അയാൾ എന്തൊക്കെ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ ജോക്കറിന്റെ ഈ നമ്മൾ വിചാരിക്കുക ഈ ബഫൂൺ എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരിതാണ്. കാരണം റിംഗ് മാസ്റ്റർ കാണും, സിംഹത്തെ നിയന്ത്രിക്കുന്നവൻ, വേറെ ഓരോരോ വിദ്യകൾ കാണിക്കുന്നവര്, അഭ്യാസം കാണിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇയാൾ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുട്ടിക്കരണം അടിക്കുകയും ബാക്കി ഒരാൾ ട്രിക്ക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ വിചാരം. പക്ഷേ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ഈ ബഫൂണിനാണ്. ഏറ്റവും കൂടുതൽ സാലറി ഇയാൾക്കാണ്. കാരണം അയാൾ ഒരു സകലകലാ വല്ലഭനായിരിക്കണം എന്നാണ്. എല്ലാ ട്രിക്കും അയാൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം ആൾക്കാരെ ചിരിപ്പിക്കുകയും വേണം. നമ്മൾ വിചാരിക്കുന്ന കോമാളി, ഇയാൾക്കെന്തറിയാം, ചുമ്മാ എന്തെങ്കിലും കോപ്രായം കാണിച്ച് ആൾക്കാരെ ചിരിപ്പിക്കുക. അങ്ങനെയല്ല, അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നതെന്നാണ്. അപ്പൊ ഈ കോമാളിയുടെ ഭീകരമായ ഗോഷ്ഠികൾ എപ്പോഴും അയാളെ ചിരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ ഭീകരമായ ഭാവങ്ങളും ആ കോമാളിയിൽ നിന്ന് പ്രകടമാകും. അതുപോലെ ഒരു കോമാളിയാണ് ഈ മനസ്സ്. അതിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന നാമോ അതിനേക്കാളും വലിയ കോമാളി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരാളെ കോമാളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമല്ലേ വരുന്നത്? സത്യമാണ്, അവനൊരു ബഫൂണാണ്, അല്ലെങ്കിൽ ജോക്കറാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പരിഹാസത്തിന്റെ ചുവയുള്ള വാക്കുകളാണ്. അപ്പൊ ഈ മനസ്സിനെ ആരാണ് നിയന്ത്രിക്കുക? ആട്ടിപ്പിടിത്ത് ആരടക്കുവാർ? കാച്ചിയറ ചുമ്മാവിരിക്കൽ അശയാത്. ഇനി ദൃശ്യങ്ങളെയൊക്കെ ഉപശമിപ്പിച്ചു,
ബലാത്കാരമായി അടക്കി മനസ്സിനെ കൊണ്ട് ഒന്നും ചിന്തിക്കാൻ പറ്റാതെയാക്കി ബലപ്രയോഗത്തിലൂടെ അല്പസ്വല്പം കീഴ്പ്പെടുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, കുറെയൊക്കെ നമുക്ക് മനോജയം, മനോനിയന്ത്രണം നേടാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇരുന്നാലും അശയാത് എന്ന് അവിടെ പറഞ്ഞാൽ അശയിക്കാത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൃശ്യങ്ങളെയൊക്കെ തുടച്ചു നീക്കി അതിനെ ചലിക്കാൻ അനുവദിക്കാതെ ഇരുന്നാൽ അതെന്ത് ചെയ്യുമെന്നറിയാമോ? ബാഹ്യ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിനെ പിൻവലിച്ചു. ഒന്നും ചിന്തിക്കരുത്, നീ അവിടെ അടങ്ങിയിരുന്നോളാം, കുറച്ചു നേരം അവൻ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ അകത്ത് ദൃശ്യങ്ങൾ ഉണ്ടാക്കും, ഉള്ളിൽ ചില ദൃശ്യങ്ങളൊക്കെ തെളിയും, അതിന് ചലിച്ചു തുടങ്ങുന്നു. മനസ്സിന്റെ ചലനം തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദൃശ്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തുടച്ചു നീക്കിയാൽ അപ്പോൾ മനസ്സ് തൻ്റെ തന്നെ ശക്തി കൊണ്ട് ഉള്ളിൽ പല പല ദൃശ്യങ്ങളെയും ഉണ്ടാക്കി ഭ്രമിപ്പിക്കും. ഇതേതുപോലെ എന്ന് ചോദിച്ചാൽ അതിന് പുറത്തു നിന്നൊരു സഹായം വേണ്ട. സാധാരണ ഈ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോയി ബാഹ്യ വിഷയങ്ങളെയാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ മനസ്സിന് തന്നെ പലതിനെയും സൃഷ്ടിക്കാനും അനുഭവിക്കാനും ഉള്ള കഴിവുണ്ട്. അതാണ് നമ്മുടെ സ്വപ്ന ലോകം. ഈ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്, ഈ ചെവി കേൾക്കുന്നില്ല, മനസ്സ് ലയിച്ചിരിക്കുകയാണ്. മനസ്സ് ലയിച്ചിട്ടില്ല, മനസ്സ് ജാഗ്രതനെ വിട്ട് സുഷുപ്തിയിലേക്ക് കടന്നിരിക്കുകയല്ല, സ്വപ്നത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷെ അത് അകത്തൊരു ലോകം സൃഷ്ടിക്കുന്നു എന്നാണ്. എന്നിട്ട് അതിൽ ഭ്രമിക്കുന്നു. അവിടെയും ഉണ്ട് സുഖവും ദുഃഖവും, ഭയവും രാഗവും ദ്വേഷവും അസൂയയും എല്ലാം അവിടെയുണ്ട്. അപ്പൊ ഈ മനസ്സ് ഭയങ്കര അപകടം പിടിച്ച ഏർപ്പാടാണ്. അതുമായിട്ട് ഒരു ചങ്ങാത്തത്തിന് നാം തയ്യാറാവുകയേ അരുത്. നമ്മൾ ഈ മനസ്സിനെയാണ് സാധനയ്ക്ക് വേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നത്. മനസ്സാണ് എൻ്റെ സാധനയിൽ സഹായിക്കേണ്ട ആൾ. ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യം നിർത്തണം. അതിനെ വെച്ചുകൊണ്ടൊരു സാധന അത് സഫലമാവില്ല. ഈ മനസ്സിനെ നശിപ്പിക്കലാണ് വേണ്ടത്. അതിനുള്ള മാർഗം എന്താ? തികഞ്ഞ തത്വബോധം. മനസ്സ് നിലനിൽക്കുന്നത് ദ്വൈതത്തിലാണ്. രണ്ട് എന്നുള്ള ഭാവം ഈ മനസ്സ് എത്രയോ കാലമായി ശീലിച്ചിരിക്കുകയാണ്. അതിനെ അദ്വൈതം പഠിപ്പിക്കൂ. അവനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കൂ. ഒന്നേ ഉള്ളൂ, നീയും അത് തന്നെ, നീയും അത് തന്നെ, നിന്റെ കോപ്രായങ്ങളും അത് തന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഇവന്റെ വിക്രിയകളൊക്കെ അവസാനിക്കും. ഇതാണ് തത്വബോധം കൊണ്ടുള്ള മനോജയം. മറ്റു മാർഗങ്ങളൊന്നും ഇത്ര കണ്ട് ഫലപ്രദമാവില്ല. കൊല്ലങ്ങൾ കടന്നു പോകുന്നേ ഈ സാധനയുടെ പേരിൽ. കൊല്ലങ്ങളല്ല, പുരുഷായുസ് കടന്നു പോകും. എന്നിട്ട് അവസാനം എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പഴയതുപോലെ റെസ്റ്റ്ലെസ്നെസ്. ഇപ്പോഴും മനസ്സ് പണ്ടത്തെ പോലെ അസ്വസ്ഥമായിരിക്കുന്നു. പണ്ട് വിഷയങ്ങളെ ചൊല്ലിയായിരുന്നു അസ്വസ്ഥത, ഇപ്പോൾ സാധനയെ ചൊല്ലിയായി അസ്വസ്ഥത. അസ്വസ്ഥത അതുപോലെ ഉണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. എന്താ? പണ്ട് ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെ ഉപേക്ഷിക്കും എന്നുള്ളതായിരുന്നു ചിന്ത. മനസ്സ് വിഷയങ്ങളെയൊക്കെ കുറേയൊക്കെ ഉപേക്ഷിച്ചു, അന്തർമുഖമായപ്പോൾ അകത്ത് പലതും തെളിയുന്നു. എന്തുകൊണ്ട് ഈ മനസ്സ് അടങ്ങുന്നില്ല എന്നായി പിന്നത്തെ ചിന്ത. എൻ്റെ സാധനയിലുള്ള പോരായ്മ കൊണ്ടാണോ? എന്തായി മനസ്സിനിയും അടങ്ങാത്തത്? എത്ര വർഷമായി ഞാൻ സാധന ചെയ്യുന്നു, അപ്പോൾ അടങ്ങുന്നില്ലല്ലോ എന്നൊരു വിഷമം. അടക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത്. ഇങ്ങനെ അവസാനം നിരാശയിൽ ആണ്ടുപോകും സാധകൻ. അതൊക്കെ എന്താ? ഈ ശാസ്ത്രീയമായ ഈശ്വരബോധം അല്ലെങ്കിൽ തത്വബോധം മനസ്സിനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ മനസ്സിൻ്റെ വിക്രിയകൾ പൂർണ്ണമായി അടങ്ങാത്തത്. കാച്ചിയറ ചുമ്മാവിരിക്കൽ അശയാതെ ദൃശ്യങ്ങളെയെല്ലാം തുടച്ചു മാറ്റിയാൽ അതിനെ ചലിക്കാൻ അനുവദിക്കാതെ ബലം പ്രയോഗിച്ച് അടക്കി നിർത്തിയാൽ അതെന്ത് ചെയ്യുമെന്നറിയാമോ? ചുറ്റുവിരിശ് അമ്മാനെ പമ്പരം കാണും. 3 കാര്യങ്ങളെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. ചുറ്റുവിരിശ് എന്ന് പറഞ്ഞാൽ ചുഴിഞ്ഞ് പാഞ്ഞു പോകുന്ന വാണം അല്ലെങ്കിൽ റോക്കറ്റ്. നമ്മൾ ദീപാവലിക്കൊക്കെ കത്തിച്ചു വിടാറില്ലേ? അതുപോലെ വലിയ കമ്പക്കെട്ട്, പൂരത്തിനൊക്കെ കത്തിച്ചു വിടാറുണ്ടല്ലോ. എന്താ? റോക്കറ്റിന് നമ്മൾ തിരി കൊളുത്തുന്നു. ഇവിടുന്ന് തിരി കൊളുത്തി കഴിഞ്ഞാൽ അവൻ അങ്ങ് ആകാശത്തിലേക്ക് ഉയർന്ന് എത്ര ദൂരം വളഞ്ഞ് അങ്ങ് മോളിൽ പോയി വേണമെങ്കിൽ മോളിൽ ചെന്ന് 2 സ്ഫോടനവും കൂടെ നടത്തിയിട്ട് തലകുത്തന് താഴെ. അതെന്താ? അതിൻ്റെ അകത്ത് തന്നെ ചലനത്തെ തുടങ്ങി വിടാനുള്ള ഒരു ശക്തിയുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ. മനസ്സ് ചലിക്കുന്നത് ഒരു ബാഹ്യശക്തിയുടെ പ്രേരണ കൊണ്ടല്ല, അത് സ്വയം തന്നെ ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ്.
ചലിക്കുന്നത് സ്വഭാവമായ ഒന്നിൻ്റെ ചലനത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെ നശിപ്പിക്കുക എന്നാണ്. സ്വഭാവത്തെ നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? മനസ്സ് മനസ്സല്ലാതായിത്തീരും. അതിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മമായിരിക്കും. പിന്നെ ഇങ്ങനെയാണ് മനസ്സ് ബ്രഹ്മമായി മാറുന്നത്. ബോധത്തിന്റെ ഒരു ശക്തിവിശേഷം, ചലനാത്മകത, അത് വെറുതെ തോന്നിയതാണ്. അപ്പോഴാണ് അതിന് നമ്മൾ മനസ്സ് എന്ന് പേര് കൊടുക്കുന്നത്. അതിന്റെ ചലനത്തെ ഉപേക്ഷിച്ചിട്ട് നിന്നാൽ അത് തന്നെ ബ്രഹ്മം. അപ്പൊ ആ മനസ്സ് ശരിക്കും നശിക്കുന്നുണ്ടോ? നമ്മൾ ഈ മനോനാശം എന്ന് പറയുന്നുണ്ടല്ലോ. മനസ്സിന്റെ ചാഞ്ചല്യം, ചപലത ഇല്ലാതെയാകും. ഈ മനസ്സ് തന്നെ ബ്രഹ്മമായി മാറും. ഇതാണ് സംഭവിക്കുന്നത്. ചുറ്റുവിരിശി ചുഴിഞ്ഞു പായുന്ന വാണം അല്ലെങ്കിൽ റോക്കറ്റ്, അതിന് ചലിക്കാനുള്ള മരുന്ന് ആ റോക്കറ്റിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ തിരികൊളുത്തി കഴിഞ്ഞാൽ ഈ വെടിമരുന്ന് അല്ലെങ്കിൽ ആ മരുന്നാണ് പിന്നെ കത്തുന്നത്. അപ്പൊ പുറത്തുനിന്ന് പിന്നെ ഒരു സഹായം ആവശ്യമില്ല. അതങ്ങ് അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞ് ഉയർന്നു പോകും. അതുപോലെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ചലിക്കാനുള്ള ഊർജമുണ്ട്. അത് ചലന രൂപത്തിൽ പ്രകടമായിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് അത് പ്രകടമാവുന്നതെന്ന് അറിയാമോ? ധ്യാനിക്കാനിരിക്കും. എപ്പോ നമ്മൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോ അതിൻ്റെ ഫുൾ എനർജി എടുത്തുകൊണ്ട് അത് ചലിച്ചു തുടങ്ങും. എപ്പോഴും അങ്ങനെയാണല്ലോ. ഒന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ അസ്വസ്ഥമാവുന്നത്. കുട്ടികളെ അവരുടെ പാട്ടിൽ വിട്ടുകഴിഞ്ഞാൽ അവർ വളർന്നോളും. ചില മാതാപിതാക്കൾ അങ്ങനെയല്ല. എപ്പോഴും പുറകെ പോകും. സ്കൂളിൽ പോവുകയാണെങ്കിൽ പുറകെ ഒരാൾ കാണും. അച്ഛനോ അമ്മയോ അവരറിയാതെ പിന്തുടരും. എന്താ, മോനോ മോളോ വഴിതെറ്റി പോകരുതല്ലോ. അപ്പൊ നിയന്ത്രണം, പൂർണ്ണമായ നിയന്ത്രണം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മകനോ മകളോ നശിച്ചു പോകുന്നു. തമിഴിൽ ഓരോന്നും നശിക്കുന്നത് എങ്ങനെയെന്നുള്ളതിന് ഒരു പദ്യമുണ്ട്. ഇട്ട് കെട്ടത് കാത്, ഇടാത് കെട്ടത് കൺ, പാർത്ത് കെട്ടത് പിള്ളൈ, പാരാത് കെട്ടത് പയർ, ഉണ്ട് കെട്ടത് വയറ്, ഉണ്ണാതെ കെട്ടത് ഉറവ്, കേട്ട് കെട്ടത് കുടുംബം, കേളാതെ കെട്ടത് കടൻ. ഇതേ ഓർഡറാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഈ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. എന്നാലേ ആശയം ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഇട്ട് കെട്ടത് കാത്. എന്തെങ്കിലും ചെവിക്കകത്ത് ഇങ്ങനെ ചെറിയ ഈർക്കിലോ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ഏതെങ്കിലും സാധനങ്ങൾ ചെവി ഇങ്ങനെ കുടയുമ്പോൾ ചെവിക്കകത്തിട്ട് നമ്മളിങ്ങനെ ഈ തീപ്പെട്ടിക്കോലോ ഇങ്ങനെ കൂടെ ഓരോ സാധനം ചെവിക്കകത്ത് കയറ്റുന്നത് കൊണ്ട് നശിക്കുന്നതാണ് ചെവി. ഇട്ട് കെട്ടത് കാത്. കാതാണ് ഓരോ സാധനങ്ങൾ അകത്തിടുന്നത് കൊണ്ട് കേടുവരുന്നത്. ഇടാതെ കെട്ടത് കൺ. ഇടാത്തത് കൊണ്ട് നശിച്ചത് കണ്ണാണ്. എന്തിടാത്തത് കൊണ്ട്? കൺമഷി. കൺമഷി കണ്ണിന് കുളിർമയേകും, കണ്ണിന് തെളിച്ചമുണ്ടാകും. പണ്ട് ഈ വിളക്കെണ്ണ ഇത് ചെയ്ത് അതിൻ്റെ കരിയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണല്ലോ ഈ ഐടെക്സും മറ്റേ ടെക്സും മറിച്ച ടെക്സും ഒക്കെ. പണ്ട് ഈ കരി എന്നുള്ളത് അത് കരിയാണ്. അത് കണ്ണിന് ദോഷമൊന്നും ചെയ്യില്ല. നല്ല രീതിയിൽ തയ്യാറാക്കപ്പെട്ട കൺമഷി കണ്ണിന് കുളിർമയുണ്ടാക്കും. അത് കണ്ണിൻ്റെ അഴക് വർദ്ധിപ്പിക്കും, കണ്ണിന് തെളിച്ചം നൽകും. ഇപ്പൊ വേണ്ടവണ്ണം ഈ കൺമഷി ധരിക്കാത്തത് കൊണ്ട് കണ്ണ് നശിച്ചു എന്നാണ്. അതിനെ വേണ്ടവണ്ണം നമ്മൾ സംരക്ഷിക്കുന്നില്ല. കൺമഷി ഇടാത്തത് കൊണ്ട് നശിച്ചതാണ് കണ്ണ്. അപ്പോ ഇട്ട് കെട്ടത് കാത്, ഇടാതെ കെട്ടത് കൺ. ഉണ്ട് കെട്ടത് വയറ്, ഉണ്ണാതെ കെട്ടത് ഉറവ്. ഉണ്ട് കെട്ടത് വയറ് എന്ന് പറഞ്ഞാൽ അമിതമായി ആഹാരം കഴിച്ചത് കൊണ്ട് കേടുവന്നതാണ് വയറ്. എപ്പോഴും അങ്ങനെയാണല്ലോ വയറിന് പ്രശ്നം ഉണ്ടാകുന്നത്. ഓവർ ഈറ്റിംഗ്. കണ്ണി കാണുന്നതെല്ലാം സമയത്തും അസമയത്തും ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഗ്രൈൻഡറിനകത്ത് നമ്മൾ അരി ഉഴുന്നുമൊക്കെ ഇടുന്നത് പോലെ വായിലൂടെ ചവച്ചരച്ച് ഉള്ളിലേക്ക് തള്ളി വിടുക. അപ്പൊ ഉണ്ട് കെട്ടത് വയറ്. വയറാണ് അമിതമായി ആഹാരം കഴിച്ചത് കൊണ്ട് കെട്ടുപോയത്, നശിച്ചത്. ഉണ്ണാതെ കെട്ടത് ഉറവ്. വേണ്ടവണ്ണം ഈ ആഹാരം കഴിക്കാത്തത് കൊണ്ട് നഷ്ടമായത് ഏതെന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾ. അതായത് നമുക്ക് ഈ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ വല്ലപ്പോഴും ചെല്ലണം. അവിടെ 1-2 ദിവസം താമസിക്കണം. അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണം. അതുപോലെ അവർ നമ്മുടെ വീട്ടിലും വരണം. ഇങ്ങനെ വന്നും പോയും ഒക്കെ ഇരുന്നാലേ ബന്ധങ്ങൾ നിലനിൽക്കൂ. ഉറവ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ. സ്വന്തം ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ഊണ് കഴിക്കാത്തത് കൊണ്ട് നശിച്ചതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോവാതെ വരാതെ രണ്ടുപേര് ഒരേ സിറ്റിയിൽ തന്നെ, ഒരാൾ പ്രാവച്ചമ്പലത്ത് വേറൊരാൾ പാളയത്ത്,
കണ്ടിട്ട് എത്ര കൊല്ലമായി? 12 കൊല്ലമായി. ഇപ്പോഴാണെങ്കിൽ പിന്നെ ഫോണുണ്ട്, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പരസ്പര സമ്പർക്കമില്ലാതെ നശിച്ചു പോകുന്നതാണ് ബന്ധങ്ങൾ. ഉണ്ട് കെട്ടത് വയറ്, ഉണ്ണാത് കെട്ടത് ഉറവ്. പാർത്ത് കെട്ടത് പിള്ളൈ, പാരാത് കെട്ടത് പയിർ. കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നശിച്ചത് സ്വന്തം കുട്ടികളാണ്. പിള്ളൈ എന്ന് വെച്ചാൽ മകനോ മകളോ, കുട്ടികൾ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി 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 ഇരിക്കുമ്പോൾ അവൻ ഏതോ ഒരു കൂട്ടുകെട്ടിൽ ചെന്ന് ചാടി ഏതോ ലഹരി മരുന്നിന് അടിമയായി അവസാനം ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ട് ആക്കേണ്ടി വന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നശിച്ചു പോകുന്നത് നമ്മുടെ കുട്ടികളിലാണ്. ഓരോ ദിവസവും നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നു, അവന് വാച്ച് ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല, അവന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല, നല്ലതുപോലെ തന്നെയാണ്, അവൻ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ മക്കൾ നാശമായി പോകുന്നു, അവര് വഴിതെറ്റി പോകുന്നു. അതാണ് പാർത്ത് കെട്ടത് പിള്ളൈ, പാരാതെ കെട്ടത് പയിർ. വേണ്ടവണ്ണമുള്ള നോട്ടമില്ലാത്തത് കൊണ്ട്, അതായത് വേണ്ടവണ്ണമുള്ള പരിരക്ഷയോ മേൽനോട്ടമോ ഇല്ലാത്തത് കൊണ്ട് നശിച്ചു പോയത് ഏതെന്ന് ചോദിച്ചാൽ കൃഷി, വിളവ്. കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ജോലി ഏർപ്പാടൊന്നുമല്ല. എലി മുതലായ ജീവികളെ ഒന്ന് നശിപ്പിക്കാതെ നോക്കണം. പക്ഷികൾ ഈ കതിര് ഉണ്ടാകുമ്പോൾ പക്ഷികളൊക്കെ വന്ന് അത് മുഴുവൻ കൊത്തി തിന്നിട്ട് പോകും. അപ്പം അത് പകല് മുഴുവൻ ഇരുന്ന് കാവല് കാക്കണം. ഈ കിളികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഓടിക്കണം. പിന്നെ ജലസേചനം, വളം ചേർക്കൽ എളുപ്പമൊന്നുമല്ല. എത്ര പേരുടെ എത്ര ദിവസത്തെ അധ്വാനമാണെന്ന് അറിയാമോ നമ്മൾ ഭക്ഷിക്കുന്ന ഒരു അരിമണിയിലുള്ളത്. ഇത് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ അല്പമെങ്കിലും ആഹാരം വേസ്റ്റാക്കും. എത്ര പേരുടെ അധ്വാനമാണ്. പാർത്ത് കെട്ടത് പിള്ളൈ, പാരാതെ കെട്ടത് പയിർ. വിളവ് അല്ലെങ്കിൽ കൃഷി അത് വേണ്ടവണ്ണമുള്ള മേൽനോട്ടം ഇല്ലാത്തത് കൊണ്ട് നശിച്ചതാണ്. കുട്ടികളോ മേൽനോട്ടം ഉണ്ടായിട്ടും നശിച്ചവരാണ്. ഇനി അവസാനത്തെ എന്താ? കേട്ട് കെട്ടത് കുടുംബം, കേളാതെ കെട്ടത് കടം. കേട്ട് കെട്ടത് കുടുംബം. ആരോ എന്തൊക്കെയോ പറഞ്ഞു. ഒരേ കുടുംബത്തിലുള്ള സഹോദരന്മാരിൽ ഒരാളിനെ കുറിച്ച് മറ്റേ ആളിൻ്റെ അടുത്ത് ഏഷണി പറഞ്ഞു കൊടുക്കുക. ചേട്ടനെന്ന് വിചാരിച്ചില്ല, ആള് തരികിടയാണ്, നിനക്ക് പാരവെപ്പാണ് അയാളുടെ പ്രധാന ജോലി എന്ന് അനിയന്റെ അടുത്ത് പറയും. അനിയന്റെ അടുത്ത് ചേട്ടനെ കുറിച്ച് കുറ്റം പറയും. ഭാര്യയുടെ അടുത്ത് ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയും. ഭർത്താവിന്റെ അടുത്ത് ഭാര്യയെ കുറിച്ച് കുറ്റം പറയും. അച്ഛനമ്മമാരുടെ അടുത്ത് മക്കളെ കുറിച്ച് പറയും. മക്കളെ കുറിച്ച് അച്ഛനമ്മമാരുടെ അടുത്ത് പറയും. ഇങ്ങനെ ബാക്കിയുള്ളവർ പറയുന്നതും കേട്ടോണ്ട് നമ്മൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയാൽ കുടുംബം തന്നെ ശിഥിലമായി പോകുന്നതാണ്. അതാണ് കേട്ട് കെട്ടത് കുടുംബം. കേട്ടത് കൊണ്ട് എന്ന് പറഞ്ഞാൽ പരദൂഷണവും ഏഷണിയും ഒക്കെ കേട്ട് ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ പരസ്പരം സംശയിച്ച് തമ്മിൽ അടിയായി നശിക്കും. കേട്ട് കെട്ടത് കുടുംബം. കേളാതെ കെട്ടത് കടൻ. കടൻ എന്ന് പറഞ്ഞാൽ കടം. കേൾക്കാത്തത് കൊണ്ട്, കൂടെ ചെന്ന് ചോദിക്കാത്തത് കൊണ്ട് നഷ്ടമാകുന്നതാണ് കടം. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ കൂടെ ചെന്ന് ശല്യം. നമ്മുടെ പൈസ എന്തായി? അടുത്ത മാസം കിട്ടുമോ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച കിട്ടുമോ? അയാൾ എപ്പോഴെങ്കിലും തരട്ടെ എന്ന് പറഞ്ഞാൽ ആ പൈസ പോക്കാണെന്ന്. ആ പൈസ പോക്കാ. കേൾക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചോദിക്കാത്തത് കൊണ്ട് നഷ്ടമാകുന്നത് കടം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നശിക്കുന്നതാണ് കുടുംബം. കേട്ട് കെട്ടത് കുടുംബം, കേളാതെ കെട്ടത് കടൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഈ മനസ്സിനെ ആരടക്കാൻ, ആർക്കാണ് അതിനുള്ള ശക്തിയും ബലവും ധൈര്യവും ഒക്കെ ഉണ്ടാവുക എന്നാണ്. ആരടക്കുക? കാഴ്ചയറ ചുമ്മാവിരിക്കൽ അശയാത്. ദൃശ്യങ്ങളെയൊക്കെ തുടച്ചു നീക്കിയാൽ കുറച്ച് സമയം അത് മിണ്ടാതെ ഇരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുതിയ പുതിയ ദൃശ്യങ്ങൾ ആവിർഭവിക്കും. ഈ ദൃശ്യം ദ്രഷ്ടാവിൽ നിന്ന് ഉദിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ബോധം, വ്യക്തിത്വം. ദ്രഷ്ടാവിൽ നിന്ന് പൊന്തുന്നതാണ് ദൃശ്യം. ഈ സത്യം ദ്രഷ്ടാവ് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ ദൃശ്യത്തെ അയാൾക്ക് ജയിക്കാനേ സാധ്യമല്ല. ദൃശ്യത്തെ കീഴ്പ്പെടുത്താനോ അതിൻ്റെ പുറത്തൊരു വിജയം നേടാനോ ദ്രഷ്ടാവിന് സാധ്യമല്ല. ഏതുവരെ ഈ ദൃശ്യം തൻ്റെ തന്നെ ഭ്രമമാണ് എന്നുള്ള അറിവ് നേടാത്തിടത്തോളം കാലം. ദ്രഷ്ടാവിൽ നിന്ന് ഉദിക്കുന്നതാണ് ദൃശ്യം. നമ്മുടെ മുമ്പിൽ വിശാലമായി പരന്നു കിടക്കുന്നതാണ് ദൃശ്യപ്രപഞ്ചം. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊന്തിയതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അംഗീകരിച്ചാലും ശരി, പരിഹസിച്ചാലും ശരി, ദ്രഷ്ടാവിൻ്റെ ഭ്രമമാണ് ദൃശ്യം. ആ ദൃശ്യത്തെ സത്യമെന്ന് കരുതുന്നതാണ് ബന്ധം. ആ ദൃശ്യത്തിൻ്റെ മിഥ്യാത്വം ബോധ്യപ്പെടുന്നതാണ് മോക്ഷം. അതില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുമ്പോഴേ
പിന്നെ അതിന് നമ്മുടെ പുറത്ത് ഒരു സ്വാധീനം ഉണ്ടാവില്ല. കയറിലെ സർപ്പം എന്നെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ അവിടെ സർപ്പം ഉണ്ടെന്ന് എന്തിനു കരുതി, എന്തിനു വിചാരിച്ചു? അല്ല, അത് കയറാണെന്ന് അറിഞ്ഞില്ല, അപ്പൊ എനിക്കത് പാമ്പാണെന്ന് തോന്നി. ആ തോന്നലാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. ആ തോന്നലാണ് കുഴപ്പക്കാരൻ. അപ്പൊ ഈ മനസ്സ് ഉള്ളിൽ തന്നെ ദൃശ്യങ്ങളെ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. ഏതുപോലെ? ഈ റോക്കറ്റ് പോലെയോ വാണം പോലെയോ ആണ്. വേറെ ഏതുപോലെയാണ്? അമ്മാനെ ആട്ടം. 3 ബാൾ, ചിലർ 5 ബാളും ഒക്കെ വെച്ച് കളിക്കും. 2 എണ്ണം ഇങ്ങനെ മുകളിലിട്ടിട്ട്, അതായത് 2 എണ്ണം എയറിൽ നിൽക്കും. ഏറ്റവും കുറഞ്ഞത് 3 എണ്ണം വേണം. നമുക്ക് 3 പോയിട്ട് 2 പോലും ചെയ്യാൻ പറ്റില്ല. ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും 2 പന്ത് മുകളിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചോണ്ടിരിക്കും. ഒരു 2-3 പ്രാവശ്യം ആകുമ്പോഴേക്കും പന്ത് താഴെ പോകും. പിന്നെ കറക്റ്റ് കയ്യിൽ വീഴില്ല. നല്ല അമ്മാനെ ആടാൻ കഴിവുള്ളവരെന്ത് ചെയ്യുമെന്നറിയാമോ? 3, 5 ഒക്കെ. കാരണം അവരുടെ കാൽക്കുലേഷനാണ്. 2 എണ്ണം എയറിൽ നിൽക്കും, 2 എണ്ണം ഇങ്ങനെ ഇട്ട് കളിക്കും. അമ്മാനെ ആട്ടം. അതെന്താ? ഒരു പന്ത് മുകളിലേക്ക് പോകുമ്പോൾ വേറെ 1, 2 പന്ത് താഴെ വരും. ഇതുപോലെ നിങ്ങൾ ഒരു ചിന്തകളെ നിങ്ങൾ അടക്കി നിർത്തും, 2 എണ്ണം അപ്പുറത്തൂടെ പൊത്തുചാകും. എവിടം കൊണ്ടാണ് നമ്മുടെ ഈ മനോജയം, ഈ ചിന്തകളെ എവിടം കൊണ്ടാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? ഇവിടെ, അതായത് ഈ വാൽവ് ട്യൂബ് പോലെയാണ്. ഒരിടത്ത് പഞ്ചറൊട്ടിക്കും. വാൽവ് ഈ റബ്ബർ ട്യൂബ് ഉണ്ടല്ലോ, ടയറിന്റെയും മറ്റേ ഉള്ളിലുള്ള. ഇത് വല്ല ആണിയോ എന്തെങ്കിലും മുള്ളോ എന്തെങ്കിലും മൂർച്ചയുള്ള സാധനം കയറുമ്പോൾ ഇത് പഞ്ചറാവും. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് പഞ്ചറൊട്ടിക്കും. പഞ്ചറൊട്ടിച്ചിട്ട് വണ്ടി ഓടിക്കും. അടുത്ത പ്രാവശ്യം വേറൊരു സ്ഥലത്ത് കൊണ്ട് അവസാനം ഈ വാൽ ട്യൂബ് മുഴുവൻ പഞ്ചറൊട്ടിച്ച പാടും. അത് കഴിയുമ്പോൾ അത് അപ്പോൾ എടുത്ത് കളയാവുന്ന അർത്ഥം. ഇതുപോലെ ഒരു ചിന്തയെ അടക്കിയാൽ വേറൊരു ചിന്ത പ്രത്യക്ഷപ്പെടും. അതിനെ അടക്കിയാൽ മറ്റൊന്ന് പൊന്തും. ഈ ചിന്തകൾ മുഴുവൻ അടങ്ങുന്ന ഒരു സ്ഥിതി എപ്പോഴാണ് ഉണ്ടാവുക? വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ ഇത് ആകാശത്ത് ചുഴിഞ്ഞു പായുന്ന റോക്കറ്റ് പോലെയും അമ്മാനെ ആട്ടം പോലെയും പമ്പരം കാണും. പമ്പരം നമ്മൾ കറക്കി തറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നൂലുമൊക്കെ ഉണ്ട്. നൂലിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ എറിയുകയാണ് ചെയ്യുന്നത്. എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചരടുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. പിന്നെ അത് കറങ്ങുന്നത് സ്വന്തം ശക്തി കൊണ്ടാണ്. പിന്നെ നമ്മുടെ സ്വാധീനമോ നമ്മുടെ ഒരു സഹായമോ ആ പമ്പരത്തിന് ആവശ്യമില്ല. ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ അതിവേഗം കുറേ നേരം കറങ്ങും. അത് കഴിഞ്ഞിട്ട് ചലനം കുറഞ്ഞു വന്ന് അവസാനം അത് മറിഞ്ഞ് താഴെ വീഴും, നിശ്ചലമാവും. ഈ പമ്പരം പോലെയാണ് മനസ്സ്. അതിന് പുറത്തുനിന്ന് ഒരു സഹായവും വേണ്ട. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കൂട്ടിലടച്ച കുരങ്ങും നിഴൽക്കൂത്തും. അതൊക്കെ വേറൊരാള് പ്രദർശിപ്പിക്കുന്നതാണ്. സ്വയം പാവകൾ ചലിക്കില്ല, സ്വയം നിഴലുകൾ നൃത്തം ചെയ്യുകയോ മറ്റ് കാര്യങ്ങളിലൊന്നും വ്യാപരിക്കില്ല. ഇതങ്ങനെയല്ല. കറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞത് അനാദി കാലത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കറക്കി വിടപ്പെട്ട പമ്പരമാണ്. ഇന്നേ വരെ അതിന്റെ ചലനം നിന്നിട്ടില്ല. എവിടെ നിന്ന് കിട്ടി ഇത്രയും ഊർജം? കാരണം ആശാന് ഊർജം സപ്ലൈ ചെയ്യുന്നതായിരുന്നോ? ബോധമാണ്. ഈ പരമാത്മാവിന്റെ ഊർജ പ്രകടനമാണ് ഈ ചിന്തകൾ, അല്ലെങ്കിൽ മനസ്സ്, ചിത്തവൃത്തികൾ. അത് ആത്മപ്രകടനമാണ്. നിസ്സാരമാണോ? ഈ ആത്മാവിനെ പിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രതിബന്ധമായി മുമ്പിൽ നിൽക്കുന്നത് ഈ ആത്മാവിന്റെ പ്രകടനമായ മനസ്സാണ്. അതിനാണ് 3 ഉദാഹരണം പറഞ്ഞത്. റോക്കറ്റ്, അമ്മാനെ ആടുമ്പോഴുള്ള ഉപയോഗിക്കുന്ന ആ പന്ത്, പിന്നെ പമ്പരം. പുറത്തുനിന്ന് ഒരു സഹായവും വേണ്ട. ഇവ 3ഉം. അമ്മാനയുടെ ഉദാഹരണം എന്തിനാ പറഞ്ഞത്? ഒരു ചിന്തയെ അടക്കിയാൽ വേറൊരു ചിന്ത പ്രത്യക്ഷപ്പെടും. റോക്കറ്റിന്റെയും പമ്പരത്തിന്റെയും ഉദാഹരണം പറഞ്ഞത് തുടങ്ങി വിട്ട് കഴിഞ്ഞാൽ ബാക്കി അവൻ ചെയ്തോളും. നമ്മൾ ഇടം കൊടുത്താൽ മതി. പറയില്ലേ, പണ്ട് അറബി ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ. കഥ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കാണില്ല. എന്നാലും പറയാം. ചിലർക്ക് കേട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാൻ ഒരു ജാള്യത ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞേക്കാം. ഒരു അറബി ഒരു കൂടാരം കെട്ടി എങ്ങനെ ഒരു മരുഭൂമിയിൽ എങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒട്ടകമാണെങ്കിൽ അത് കൂടാരത്തിന്റെ പുറത്താണ്. ഭയങ്കര വെയില്. പാവം, അതിനാണെങ്കിൽ വെയിൽ കൊണ്ട് നിൽക്കക്കള്ളിയില്ല. അതെന്ത് ചെയ്തു? അറബിയെടുത്ത് ഞാൻ എൻ്റെ ഈ കഴുത്ത് മാത്രം ഈ കൂടാരത്തിനകത്തേക്ക് നീട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വിചാരിച്ചു, പാവം ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൂടെ വരുന്നതല്ലേ, അപ്പോൾ കഴുത്ത് മാത്രം നീട്ടിക്കുമെന്ന് പറഞ്ഞു. കഴുത്തങ്ങോട്ട് നീട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കാലെടുത്ത് കൂടാരത്തിൻ്റെ ഉള്ളിൽ വെച്ചു. മുമ്പിലുള്ള 2 കാല്. അറബി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല അയാൾ. കഴുത്ത് നീട്ടാൻ മാത്രമുള്ള അനുവാദം മാത്രമേ കൊടുത്തുള്ളൂ.
അത് കഴിഞ്ഞപ്പോൾ പുറകിലുള്ള 2 കാല് 4 കാല് കയറ്റി ഇതിൻ്റെ അകത്തോട്ട് ഇത് ചെയ്ത് കൂടാരം ഇതിൻ്റെ പുറത്തായി, ഒട്ടകത്തിൻ്റെ പുറത്തായി. കൂടാരം തകർന്നു വീടുമെന്ന്. ഒരു ഒട്ടകം കൂടാരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇയാൾ വെയിലത്തുമായി. ഇതാണ് അറബി ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത കഥ എന്ന് പറയുന്നത്. അതുപോലെ ഈ മനസ്സിന് നമ്മൾ എപ്പോഴോ സ്ഥലം കൊടുത്തു, ഇടം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതവിടെ ഇരുന്നോട്ടെ, അത് നമ്മെ രസിപ്പിക്കും, ഈ ലോക ജീവിതത്തിന് അത് അത്യാവശ്യമാണ് എന്നൊക്കെ അതിന് നമ്മൾ വളം വെച്ച് കൊടുത്തു. വളം കിട്ടിയതോടുകൂടെ അത് വളർന്നു പെരുകി. വളമിട്ട് കൊടുത്താൽ പിന്നെ വൃക്ഷങ്ങൾ എന്താ ചെയ്യുക? പടർന്നു പന്തലിക്കും. എന്നിട്ടെന്താ, നമ്മ ഗ്രസിച്ച് നമ്മ പൂർണ്ണമായ അസ്വാതന്ത്ര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മനസ്സിൻ്റെ പേക്കൂത്ത് നടത്തുകയാണ്. അത് നമ്മളാണെങ്കിൽ അയ്യോ നമ്മൾ പാവം, നമ്മളെന്തെങ്കിലും ഒരു പ്രാണായാമം, ഒരു യോഗാസനം ഈ മനസ്സിനെ നിയന്ത്രിക്കാനേ. എന്നിട്ട് വല്ല മെച്ചവും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പണ്ടത്തെക്കാളും ഇപ്പോൾ ദേഷ്യം കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്ന ആൾക്കാർ. ദേഷ്യം കൂടിയിട്ടുണ്ട്. എന്താ, യോഗ ക്ലാസ്സിന് പോകാൻ തുടങ്ങി, ക്ലാസ്സിനകത്ത് തന്നെ ദേഷ്യം. എന്താ, നമ്മൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോഴായിരിക്കും കുറച്ചപ്പുറത്ത് ആ മൂലയ്ക്കിരിക്കുന്ന ആള് ഒരു ചുമ. ഇവരൊക്കെ മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൂടെ സമയത്ത്? ഇവിടെ ധ്യാന ക്ലാസ്സിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, ബാക്കിയുള്ളവരുടെ ഏകാഗ്രതയും കൂടെ നഷ്ടപ്പെടുത്തുന്നു. അവനെ തെറിവിളി. മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പുറത്ത് പലരും പറയുന്നില്ല, പക്ഷെ അവരുടെ ആ പ്രവൃത്തിയിൽ ആ വെറുപ്പ് കാണാൻ പറ്റും. എല്ലാം വാഗൊണ്ട് പറയണമെന്നില്ലല്ലോ. ചിലതൊക്കെ നമ്മൾ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമല്ലോ. തുറിച്ചു നോക്കുക, ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഈ ബോയ്ക്കോട്ട്, ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പാർലമെന്റിൽ വരെ നടക്കുന്നതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്നാണെങ്കിൽ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി പ്രതിപക്ഷം, കൂട്ടത്തോടെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. എന്താ, പ്രതിഷേധം. അങ്ങനെയാണ് അവർ രേഖപ്പെടുത്തുന്നത്, പ്രതിഷേധം. അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാതെ ബഹളം ഉണ്ടാക്കുക, കൂകി വിളിക്കുക, ഡെസ്കിലിട്ട് അടിക്കുക. ഈ രാജ്യസഭയുടെയും ലോകസഭയുടെയും ഒക്കെ പ്രൊസീഡിങ്സ് TV-യിൽ കാണിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ സമ്മതിദായകർക്ക് അവരുടെ ജനനായകന്മാർ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പണ്ട് ഇതിൽ നിന്ന് ഒപ്പൊന്നുമില്ലല്ലോ, പത്രത്തിൽ വരുന്നതല്ലേ നമ്മൾ വായിക്കാൻ പറ്റുമോ? ഇതിപ്പോ എന്താണ്, മുണ്ടൂരി എറിയല്, സ്പീക്കറിന്റെ കസേര എടുത്ത് മറിക്കൽ, ഡെസ്ക് പിടിച്ച് മറിക്കൽ, തമ്മി തല്ല്, സ്ത്രീകളായ MLA-മാരെ തെറി പറയൽ, അവരെ അധിക്ഷേപിക്കൽ, എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പത്രത്തില്. ജനനായകന്മാരാണ്, സാംസ്കാരിക നായകന്മാർ. കാണിക്കുന്നത് മുഴുവൻ സംസ്കാര വിരുദ്ധമായ കാര്യം. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണെന്ന് തന്നെയാണ് ആചാര്യന്മാർ പോലും പറയുന്നത്. കൃഷ്ണ പരമാത്മാവും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കരം. വായുവിനെ പോലും പിടിച്ചു നിർത്തിക്കളയാം എന്നെനിക്ക് തോന്നുന്നു കൃഷ്ണ. പക്ഷെ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കൃഷ്ണൻ എന്താ പറഞ്ഞത്? വളരെ ശരി അർജുന, അത് നിന്റെ ദൗർബല്യമാണെന്നൊന്നും പറഞ്ഞില്ല. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. നീ പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. മനസ്സ് ദുർനിഗ്രഹമാണ്, നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതാണ്. എന്നാൽ അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച, നിരന്തരമായ പരിശീലനം കൊണ്ടും വിരക്തി വളർത്തിയെടുക്കുന്നത് വഴിയും ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ വിരക്തിയും അല്ലെങ്കിൽ വൈരാഗ്യവും അഭ്യാസവും, ഈ അഭ്യാസം അവനവൻ സ്വയം ആന്തരികമായി ചെയ്യേണ്ടതാണ്. മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും ബഹിർമുഖമായി പോവുക എന്നുള്ളതാണ്. ആ ബഹിർമുഖതയിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ച് അന്തർമുഖനാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിരന്തരമായ പരിശീലനമാണ്. പല പ്രാവശ്യവും നമ്മൾ പരാജയപ്പെടും, പക്ഷെ അപ്പോഴൊന്നും തളരാതെ അതിനെ അന്തർമുഖമാക്കി പതുക്കെ പതുക്കെ അതിനെ മെരുക്കിയെടുത്ത് അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും എന്നാണ്. അതിന് അഭ്യാസവും വൈരാഗ്യവുമാണ് വേണ്ടത്. വൈരാഗ്യമുണ്ട്, അഭ്യാസമില്ലെങ്കിൽ എന്ത് പ്രയോജനം? അത് ഇത്രയും കാലം ശീലിച്ചത് പുറത്തേക്ക് പോയിട്ടാണല്ലോ. ബഹിർമുഖമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ സ്വഭാവം തന്നെ. ഇത്രയും കാലം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അന്തർമുഖമാവൂ, ഉള്ളിൽ നിൽക്കൂ, ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ സാധ്യമാകും?
അതുകൊണ്ട് ചിരകാലത്തെ പരിശീലനം കൊണ്ടും തത്വബോധം കൊണ്ടും വിരക്തി വളർത്തിയെടുക്കുന്നത് കൊണ്ടും ഈ മനസ്സ് നിയന്ത്രണ വിധേയമാകും എന്നാണ്. നമുക്ക് ഈ പദ്യത്തിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. കൂട്ടിലടയ്ക്കപ്പെട്ട കുരങ്ങനെ പോലെയും നിഴൽപ്പാവക്കൂത്ത് പോലെയും സദാ ചഞ്ചലമായ മനസ്സിനെ ചലനാത്മകമായ യോഗക്രിയകളാൽ ആർക്കാണ് നിശ്ചലമായി നിർത്തുവാൻ സാധ്യമാകുന്നത്? വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം. അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. മിക്കവാറും ഒക്കെ ഈ മനസ്സിൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്ന കൂട്ടരാണ്. അവസാനം എന്തെന്നോ, ഇത്രയും ചെയ്തിട്ടും ഈ മനസ്സ് അടങ്ങി തരുന്നില്ലല്ലോ എന്നുള്ള വിഷമവും ദുഃഖവും. മനസ്സിൻ്റെ പ്രകൃതം എന്തെന്നാൽ ഒന്നിനെയും നോക്കാതെ ചുമ്മാതിരിക്കുമ്പോഴും അത് പഴക്കപ്രഭാവത്താൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അത് ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, ചലിച്ച് ബഹിർമുഖമായി തീർന്നാണ് അത് നിലനിന്നിട്ടുള്ളത്. അത് പഴക്കപ്രഭാവത്താൽ സ്വയം ചലിക്കുന്നു എന്നതാണ്. കുറച്ചു നേരം അതിനെ നിശ്ചലമാക്കി ബലപ്രയോഗത്തിലൂടെ അടക്കി നിർത്തിയാലും നമ്മുടെ പിടി ഒന്നയച്ചു കൊടുത്താൽ അത് പണ്ടത്തേതുപോലെ ചലിച്ചു തുടങ്ങും. ആടാതെ തന്നെ സ്വയം കറങ്ങുന്ന പങ്കയും മേൽപോട്ടെറിയാതെ സ്വയം തുള്ളിപ്പൊങ്ങുന്ന അമ്മാനെയും മനസ്സിന് ദൃഷ്ടാന്തങ്ങളായി പറയാം. സ്വയം കറങ്ങുന്ന പങ്ക, കാരണം അത് നിന്നിടത്ത് നിന്ന് കറങ്ങുന്നതാണ്. അതാണല്ലോ ഫാൻ. അതിൻ്റെ അച്ചുതണ്ട് ഈ ടെറസിൽ അല്ലെങ്കിൽ ഉത്തരത്തിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടുന്ന് അനങ്ങുന്നില്ല. പക്ഷെ അതിൻ്റെ അച്ചുതണ്ടിന് ചുറ്റും ഈ 3 ചിറകുകളും കിടന്ന് കറങ്ങുകയാണ്, ഫാനിൻ്റെ ഇതളുകൾ. ഇതുപോലെ അത് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ നിന്നേടത്ത് നിന്ന് വട്ടം തിരിയുന്നവനാണെന്ന്. ഏത് മനസ്സ് നിന്നേടത്ത് നിന്ന് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൻ്റെ ചലനം നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. സ്വയം തുള്ളിപ്പൊങ്ങുന്ന അമ്മാനെയും, അത് തനിയെ അമ്മാനെ തുള്ളിപ്പൊങ്ങുന്നില്ല. നമുക്ക് തറയിലെറിഞ്ഞ ഒരു പന്ത് എന്ന് വേണമെങ്കിൽ പറയാം. തറയിലൊരു പന്തെറിഞ്ഞാൽ നമ്മൾ തറയിലേക്കാണ് എറിഞ്ഞത്. അത് തറയിൽ ചെന്ന് ഒട്ടി നിൽക്കുകയല്ലേ വേണ്ടത്. എന്തിനാ ഉയർന്നു വരുന്നത്? അത് എത്ര കണ്ട് ശക്തിയായി നമ്മൾ തറയിലടിക്കുവോ അത്രയും ശക്തിയായത് മുകളിലേക്ക് ഉയർന്നു വരും. അപ്പോൾ മനസ്സിനെ ബലാത് കീഴ്പ്പെടുത്താനുള്ള നമ്മുടെ ശ്രമം തന്നെ അതിൻ്റെ ചലനത്തിന് ആക്കം കൂട്ടും. അതുകൊണ്ട് മനസ്സിൻ്റെ അടുത്ത് മാത്രം ബലപ്രയോഗം പാടില്ല. ആ മനോനിയന്ത്രണം എന്നുള്ളത് ഒരു സ്കില്ലാണ്, ഒരു വിശേഷപ്പെട്ട കഴിവാണ്. അത് സ്വായത്തമാക്കാൻ ശ്രമിക്കുക. ചലനം സ്വഭാവമായുള്ള യോഗക്രിയയാൽ ചലനം സ്വഭാവമായ മനസ്സിനെ നിശ്ചലമാക്കി വെക്കാൻ ചെയ്യുന്ന സംരംഭം വിഫലമത്രേ. സംരംഭമില്ല, സംരംഭ എന്നേ ഉള്ളൂ. ഒരു 0 കൂടെ ചേർത്തോളൂ അതിൻ്റെ കൂടെ. സംരംഭം എന്ന് പറഞ്ഞാൽ പ്രയത്നം. യോഗക്രിയകൾ എന്താ ചെയ്യുന്നത്? യോഗാസനങ്ങളായാലും പ്രാണായാമമായാലും ചലനമാണ്. ഒരു യോഗാസനത്തിൽ നമ്മൾ കുറച്ചു നേരം ഇരിക്കുന്നു എന്നുള്ളത് ശരി. പ്രാണന് പൂരകം, കുംഭകം, രേചകം. കുംഭകമൊന്നും ആദ്യമൊന്നും നമുക്ക് അത് ആദ്യം പരിശീലിക്കാൻ പറയില്ല യോഗാചാര്യന്മാർ. ആദ്യം പൂരകവും രേചകവും മാത്രം ശീലിക്കും. ഉള്ളിൽ പ്രാണനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുത്. അത് കുറേ കാലത്തെ പരിശീലനത്തിന് ശേഷം മാത്രമേ ഈ കുംഭകം ശീലിക്കാൻ പറയൂ. ചലനം സ്വഭാവമായുള്ള യോഗക്രിയകളാൽ ചലനം സ്വഭാവമായ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുന്നു. മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെങ്കിൽ ചലിക്കാത്ത ഒരു കുറ്റിയിൽ അതിനെ കെട്ടിയിടുന്നു. ഈ പ്രാണൻ ചലിക്കുന്നതാണ്. തത്വവിചാരം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ്. അതും ചലിക്കലാണ്. ആത്മാവ് മാത്രമേ നിശ്ചലമായിട്ടുള്ളൂ. ആ ആത്മാവാകുന്ന ചലിക്കാത്ത കുറ്റിയിൽ ഈ മനസ്സാകുന്ന കുരങ്ങിനെ പിടിച്ചു കെട്ടിയാൽ ആദ്യമൊക്കെ കുറെ കിടന്ന് ചാടും. അത് കഴിഞ്ഞിട്ട് അവൻ മിണ്ടാതിരിക്കും. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ടേക്കുക. കയറിന് നീളം ഉണ്ടെങ്കിലല്ലേ അവൻ കുറ്റിയുടെ ചുറ്റും കിടന്ന് ഓടത്തുള്ളൂ. കുറ്റിയോടുകൂടെ ചേർത്ത് അവനെ വരിഞ്ഞു കെട്ടിയാൽ അവന്റെ ചലനം നിൽക്കും. അപ്പോൾ നിശ്ചലതയെ വേണം നാം ആശ്രയിക്കാൻ. എന്തിന്? മനസ്സിന്റെ ചലനത്തെ നിർത്താൻ. ഈ നിശ്ചലത എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേയറ്റത്തെ നിശ്ചലത ആത്മാവിൽ മാത്രമേ ഉള്ളൂ. ആ ആത്മാവിനെ ആശ്രയിക്കാതെ, ആ തത്വബോധത്തെ ഉൾക്കൊള്ളാതെ മറ്റ് കൃത്രിമ മാർഗങ്ങളെ ആശ്രയിച്ചാൽ മനസ്സിന്റെ ചാഞ്ചല്യം പൂർണ്ണമായി അകന്നു കിട്ടുകയില്ല. അടങ്ങിയതുപോലെയൊക്കെ തോന്നും, പക്ഷേ അത് വീണ്ടും അതിൻ്റെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. പറ്റാതെ പോതും പതറും പഴക്കമതൈ കറ്റാൽ എന്നാഹ കലക്കാത് ശക്രേ നീ തീണ്ടിവിടർ താൻ കാൺ ശനന മരണമത് മാണ്ടുവിടിൻ നീ ശിവമാവൈ. ഞാൻ സന്ധി പിരിച്ച് വായിക്കുന്നത് കൊണ്ടാണ് അതിൽ പ്രിന്റ് ചെയ്യാത്ത പല അക്ഷരങ്ങളും അതിനകത്ത് കാണുന്നത്.
പിരിച്ചാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. പറ്റാതെ ബോധം, മനസ്സ് ഒരു വിഷയത്തിലും ചെന്ന് പറ്റാതിരിക്കുമ്പോഴും വിഷയാഭിമുഖമാകാതെ ഇരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അന്തർമുഖമായി ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ചലിച്ചുകൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോകുന്നില്ല, പക്ഷേ അകത്ത് അത് ചലിക്കുകയാണ്. പറ്റാതെ പോതും പതറും വിഷയാഭിമുഖമാകാതിരിക്കുമ്പോഴും ഈ മനസ്സ് ചലിക്കും, ആക്റ്റീവാവും, ചലനാത്മകം തന്നെയായിരിക്കും. അത് ചലിക്കുന്ന സ്വഭാവത്തോടു കൂടി തന്നെ ആയിരിക്കും. പഴക്കമതൈ കற்றாൽ എന്നാഹ കലക്കാത്, മനസ്സിന്റെ സ്വഭാവം അല്ലെങ്കിൽ ശീലമാണ് ചലിക്കുക എന്നുള്ളത്. യോഗവാസിഷ്ഠത്തില് വസിഷ്ഠ മഹർഷി ശ്രീരാമനെ പറഞ്ഞു കൽപ്പിക്കുന്നത് എന്താണ്? നഹി ചഞ്ചലതാഹീനം മനഃക്വചന ദൃശ്യതേ എന്ന്. ചാഞ്ചല്യമില്ലാത്ത മനസ്സിനെ രാമ ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്താൻ പറ്റില്ല. മനസ്സാണോ അത് ചലിക്കുന്നതായിരിക്കും, ഇളകുന്നതായിരിക്കും. അതിന്റെ സ്വഭാവമാണ് ചലനം. അപ്പൊ ചലിക്കാത്ത മനസ്സെന്ന് പറഞ്ഞാൽ അത് മനസ്സല്ല, അത് ബ്രഹ്മമാണ്. ചലിക്കാത്ത മനസ്സൊന്നില്ല, ചലിക്കുന്ന മനസ്സേ ഉള്ളൂ. മനസ്സ് തന്നെ ചലനത്തിന്റെ പര്യായ പദമാണ്. ചലനം ഈസ് ഈക്വൽ ടു മൈൻഡ്, മൂവ്മെന്റ് ആൻഡ് മൈൻഡ്. ഈ മനസ്സിന്റെ ചലനം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ ഇല്ലാതായി പോവുക എന്നാണ് അർത്ഥം. അത് പിന്നെ പിന്നെ ബാക്കി വരുന്നത് ആത്മാവാണ്, നിശ്ചലമായ സത്യം, ബോധം. അപ്പോൾ ഇതിന്റെ ഈ മനസ്സിന്റെ സ്വഭാവത്തെ, ശീലത്തെ കற்றாൽ എന്നാഹ കലക്കാത്, ഈ മനസ്സിന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കി എന്ന് വിചാരിക്കും. ഈ മനസ്സിന്റെ സ്വഭാവം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രണ വിധേയമാക്കാം എന്ന് കരുതുകയാണെങ്കിൽ അപ്പോഴും സാധ്യമല്ല. മനസ്സിന്റെ സ്വഭാവത്തെ നാം പഠിക്കാൻ ശ്രമിച്ചാലും പഠിച്ചു ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കുഴപ്പം നീങ്ങിക്കിട്ടില്ല. ആ മനസ്സ് അടങ്ങിത്തരില്ല. പിന്നെയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മനസ്സ് പിന്നെയും ചലിക്കുന്നത്? അത് ചലനം അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ മനോജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തു വേണം? ശത്രേ നീ തീണ്ടി വിടിൻ. തീണ്ടുക എന്ന് പറഞ്ഞാൽ സമീപിക്കുക, അടുത്ത് ചെല്ലുക. ഇതാണ് തീണ്ടുക. മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് തീണ്ടുക. തമിഴില് ഈ തീണ്ടുക എന്നുള്ളത് വേറൊരർത്ഥത്തിലും പ്രയോഗിക്കും. പാമ്പ് തീണ്ടി വിട്ടത് എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചു, അതിനും തീണ്ടുക എന്നാണ് പറയുന്നത്. സാധാരണ അർത്ഥം സമീപിക്കുക, അടുക്കൽ ചെല്ലുക, അരികിൽ ചെല്ലുക എന്നാണ്. ശത്രേ നീ തീണ്ടി വിടിൻ, നീ നിന്റെ മനസ്സിനെ സ്പർശിച്ചാൽ അത് ചലിക്കുന്നു. ചലിക്കുന്ന മനസ്സിനെ നീ തൊടുകയല്ല ചെയ്യുന്നത്, നീ തൊട്ടാൽ അതിന് ജീവൻ വെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ മനസ്സിന് ആത്മഭിന്നമായ ഒരു അസ്തിത്വമുണ്ട് എന്ന് കരുതിയാൽ അതവിടെ ചലിച്ചു തുടങ്ങും. അതിനെ ആത്മമയമായി കാണും. ആത്മമയമായി കാണുമ്പോൾ നമ്മൾ മനസ്സിനെ അല്ല സ്പർശിക്കുന്നത്, ആത്മാവിനെയാണ് സ്പർശിക്കുന്നത്. ആത്മാവിനെ സ്പർശിച്ചാൽ സ്പർശിച്ചവന്റെ കഥ കഴിഞ്ഞത് തന്നെ, ഈ മനസ്സിന്റെയും കഥ കഴിഞ്ഞത് തന്നെ. പക്ഷെ ആത്മാവിനെ മാത്രം നമ്മൾ സ്പർശിക്കുന്നില്ല, മനസ്സിനെയാണ് സ്പർശിക്കുന്നത്. മനസ്സിന് നമ്മുടെ സ്പർശം ഏറ്റാൽ അതിന് ജീവൻ വെക്കുന്നു. അങ്ങനെ ഒന്നില്ലെന്ന് തീരുമാനിക്കൂ, ഇതാണ് വേണ്ടത്. അതിനൊരു വാസ്തവികത നൽകി, അത് സത്യമാണെന്ന് കരുതി അതുമായിട്ട് യുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്താം. അബദ്ധം. അങ്ങനെ ഒന്നില്ല. നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ്. നിഴലിനെ പരാജയപ്പെടുത്താനേ സാധ്യമല്ല. നമ്മൾ കൈയോങ്ങിയാൽ നിഴലും കൈയോങ്ങും. നമ്മൾ കുത്തിയാൽ അവനും കുത്തും. നമുക്ക് കുത്തു കൊള്ളില്ല. നമുക്ക് അതിനെയും കുത്താൻ പറ്റില്ല. നിഴലിനെ നമ്മയും കുത്താൻ പറ്റില്ല, നമുക്ക് നിഴലിനെയും കുത്താൻ പറ്റില്ല. ചുമ്മാ ഇങ്ങനെ കാണിക്കാം. അപ്പൊ നിഴലും അതുപോലെ കാണിക്കും, കുത്തുന്നത് പോലെ. ശത്രേനി തീണ്ടിവിടിൻ, അല്പം സ്വല്പം കുറച്ചെങ്കിലും നീ അതിനെ തൊട്ടാൽ, അല്ലെങ്കിൽ അതിന്റെ സമീപത്ത് ചെന്നാൽ, അതിനെ സ്പർശിച്ചാൽ, ശത്രേ നീ തീണ്ടി വിടിൻ, വിടിൻ എന്നാണ് അത് പദം പിരിക്കേണ്ടത്. വിടിൻ താൻ കാൺ, വിടിൻ താൻ കാൺ, വിടിൻറ്റാൻ കാൺ. തമിഴ് സന്ധിയാണ്. കുറച്ച് ഒരു പരിചയം ഉണ്ടെങ്കിലേ നമുക്കത് പിടികിട്ടുകയുള്ളൂ. തീണ്ടി വിടിൻ താൻ കാൺ. നമ്മൾ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. അങ്ങനെ ഒന്നുണ്ടെന്ന് കരുതാതിരിക്കൂ. അതിനെ നിയന്ത്രിക്കാനും പോണ്ട, അതിനെ ബ്രഹ്മമായി കാണും.
അതേ ഉള്ളൂ മാർഗം. അങ്ങനെ ആയാൽ നിനക്ക് ഒരു കാര്യം മനസ്സിലാവും. നീ കാണൂ, എന്താ? ശനന മരണം അത് മാണ്ടുവിടിൻ. ശനന മരണം, ജനന മരണം. മനസ്സ് അല്പമെങ്കിലും നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചു മരിച്ചേ പറ്റൂ. ജനന മരണങ്ങളെ ഉണ്ടാക്കുന്നത് മനസ്സാണ്, പക്ഷെ ജനിച്ചു മരിക്കുന്നത് ശരീരവുമാണ്. നോക്കൂ അവ തമ്മിലുള്ള ആ താരതമ്യം. ജനന മരണങ്ങൾക്ക് കാരണം മനസ്സ്, ജനിച്ച് മരിക്കുന്നത് ശരീരം. അപ്പൊ കുഴപ്പക്കാരനാരാ? മനസ്സ്. അപ്പൊ ജനന മരണത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് ഈ മനസ്സിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ്. എങ്ങനെ നശിപ്പിക്കണം എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഒന്നില്ല എന്നറിയൂ. അത് ബ്രഹ്മം, ആത്മപ്രകടനം. ഏതൊരു വസ്തുവിൻ്റെയും പ്രകടനം ആ വസ്തു തന്നെയാണ്. മരുഭൂമിയിൽ കാണപ്പെടുന്ന കാനൽ ജലം മരുഭൂമി തന്നെ. കയറിൽ കാണപ്പെടുന്ന സർപ്പം കയർ തന്നെ. സ്വപ്നത്തെ രചിക്കുന്ന മനസ്സ് തന്നെയാണ് സ്വപ്നലോകം കൈക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ജനന മരണമത് മാണ്ടുവിടിൻ. ആ മനസ്സ് ജനന മരണങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു, ഉണ്ടാക്കി തീർക്കുന്നു. മാണ്ടുവിടിൻ എന്നാൽ അത് മരിച്ചുപോയാൽ, മാണ്ടുവിടിൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയാൽ. മാണ്ടുവിട്ടാൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയി എന്നാണ്. മാണ്ടുവിടിൻ, മനസ്സ് മരിച്ചാൽ, മനസ്സുണ്ടെങ്കിൽ അത് ജനന മരണങ്ങൾക്ക് കാരണമായി തീരും. ആ മനസ്സ് മരിച്ചാൽ നീ ശിവമാവൈ, നീ ശിവതത്വമായി മാറുന്ന. അപ്പോ ജീവബോധം നിലനിർത്തുന്നത് ഈ മനസ്സാണ്. മനസ്സിന്റെ സൂക്ഷ്മവൃത്തിയാണല്ലോ അഹങ്കാരം. ബുദ്ധിവൃത്തി എന്നും നമുക്ക് പറയാം. ഈ ബുദ്ധിയും മനസ്സും ഒക്കെ എല്ലാം ആകെപ്പാടെ ഒരു സാധനമേ ഉള്ളൂ ഉള്ളിൽ. അതിനെ നമ്മൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് 4ആയി വിഭജിച്ചിരിക്കുന്നു. ആ പ്രവൃത്തി, അത് ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നീ ശിവമാവൈ, നീ ശിവമായി തീരും. ശിവതത്വം, ആത്മതത്വം, ഈശ്വരതത്വമായി മാറും. എപ്പോ? മനസ്സ് മരിച്ചാൽ. കற்றாൽ പഴക്കമതൈ, കற்றாൽ എന്നാഹ കലക്കാത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സ്വഭാവത്തെ നല്ലതുപോലെ പഠിച്ചു മനസ്സിലാക്കിയാലും അത് നിങ്ങളെ ആശയക്കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കുമോ? ചാടിക്കുക തന്നെ ചെയ്യുമെന്നർത്ഥം. മനസ്സിന്റെ സ്വഭാവത്തെ നല്ലതുപോലെ നാം മനസ്സിലാക്കി എന്ന് വരികിലും അത് നമ്മെ കുഴക്കാതിരിക്കില്ല. അത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ സ്വഭാവം പിടികിട്ടിയാലും അതിൻ്റെ പ്രവൃത്തി പണ്ടത്തേതുപോലെ തന്നെ കുഴക്കുന്നതാണ് അതിൻ്റെ സ്വഭാവം. മായയാണ്. എല്ലായിടത്തും മായയുടെ സ്വഭാവം ഇതാണ്. അതില്ലാന്ന് തീരുമാനിക്കുന്നവരും രക്ഷപ്പെടും. മരുഭൂമിയിലെ കാനൽ ജലത്തിന്റെ യുക്തി അന്വേഷിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോകുന്നവൻ മരുഭൂമിയിൽ തന്നെ വീണ് ചാവും. അറിവുള്ള ഒരാൾ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, ഡേയ് ഇത് വെറും ഭ്രമമാണ്, മരുഭൂമിയിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല, ഇത് നമ്മുടെ കണ്ണ് ജനിപ്പിക്കുന്ന ഒരു തോന്നലാണ്, നീ അതിൻ്റെ പുറകെ പോണ്ട. അവൻ്റെ വാക്ക് കേട്ട് അവിടെ അടങ്ങിയിരുന്ന രക്ഷപ്പെടാം. ഭ്രമത്തെ ഭ്രമമായി അറിയൂ, സത്യത്തെ സത്യമായിട്ടറിയൂ. ഭ്രമത്തെ സത്യമായിട്ടും സത്യത്തെ ഭ്രമമായിട്ടും കരുതുമ്പോഴാണ് കുഴപ്പം മുഴുവൻ. അതാണ് മിഥ്യാജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം. ഒന്നിലും പ്രത്യേകമായി ഊന്നി നിൽക്കാതെ മനസ്സിരിക്കുമ്പോഴും അത് മുൻപഴക്കത്താൽ ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിനെ നിന്റെ ജീവബോധം മൂലം അടക്കുവാൻ ശ്രമിച്ചാൽ മയക്കമായിരിക്കും നിനക്ക് അനുഭവപ്പെടുന്നത്. മയക്കം എന്ന് പറഞ്ഞാൽ എന്താ? ബോധക്ഷയം എന്നല്ല, ഭ്രമം. ഒരുതരം മിഥ്യയിൽ പെട്ടുപോകും. നമ്മൾ പിന്നെയും ഭ്രമത്തിന് വശംവദരായി തന്നെ സ്ഥിതി ചെയ്യും. നിന്റെ ജീവബോധത്താൽ നീ ഒന്നിനെ തീണ്ടിപ്പോകുന്നാകിൽ അത് നിന്നെ വലയ്ക്കുന്ന വിഷയാകാരമായ ജനനമരണങ്ങളായി തീരുന്നു. വിഷയങ്ങൾ സത്യമാണ് എന്ന് കരുതുന്നത്, ആ കരുതാൻ എന്താ കാരണം? ഇന്ദ്രിയങ്ങളും മനസ്സും. ഇന്ദ്രിയങ്ങൾ വെറും കവാടങ്ങൾ മാത്രമാണ്. മനസ്സാണ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. അത് വിഷയങ്ങൾക്ക് സത്യത്വം നൽകുന്നുവെങ്കിൽ അതിൽ സംഘബദ്ധമായി തീരും. ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് അനിഷ്ടം. ഇങ്ങനെ രാഗദ്വേഷങ്ങൾ ഉണ്ടാകും. രാഗദ്വേഷങ്ങളാണ് ജനന മരണങ്ങൾക്ക് കാരണം. എനിക്കിഷ്ടപ്പെട്ടത് നേടണമെന്ന് ആഗ്രഹം തോന്നും, ഒന്നിനെ സുഖമെന്ന് തീരുമാനിച്ച് അത് അനുഭവിക്കണമെന്ന് തോന്നും, വേറൊന്നിനെ ദുഃഖമെന്ന് തീരുമാനിക്കുന്നു, അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇത് മുഴുവൻ മനസ്സ് വരുത്തിവെക്കുന്ന വിനയാണ്. നിന്റെ ജീവബോധത്താൽ നീ ഒന്നിനെ തീണ്ടിപ്പോകുന്നാകിൽ അത് നിന്നെ വലയ്ക്കുന്ന വിഷയാകാരമായ ജനനമരണങ്ങളായി തീരുന്നു. ജനന മരണങ്ങൾക്ക് കാരണം മനസ്സ്. പക്ഷെ ആ ജനന മരണങ്ങളും ഭ്രമമാണ്.
ഈ മനസ്സാണ് ജനിക്കുന്നതായിട്ടും മരിക്കുന്നതായിട്ടും തോന്നുന്ന ശരീരത്തെ ഉണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ദേഹബോധം എവിടെ? മനസ്സിൽ. ശരീരമില്ല എന്നുള്ള അനുഭവം സുഷുപ്തിയിലുണ്ടല്ലോ, എവിടെ? അവിടെ മനസ്സ് ലയിച്ചു പോയി. മനസ്സ് ലയിച്ചപ്പോൾ ശരീരമില്ല, ദേഹബോധവും ഇല്ല. അപ്പൊ ദേഹബോധം ഉണ്ടാവാനും ദേഹബോധം ഇല്ലാതാവാനും കാരണം മനസ്സാണ്. മനസ്സാണ് ശരീരവുമായി ബന്ധപ്പെട്ട് ശരീരം സത്യമാണ്, ഇതെന്റെ ശരീരമാണ് എന്നൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ നിന്റെ ആ ജീവബോധം ഉയരാതെ അരുളിൽ അമർന്നടങ്ങുന്ന പക്ഷം, അരുൾ എന്ന് പറയുന്നത് അവരുടെ ആ ഈശ്വര അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റുക. ആത്മാവിന്റെ പ്രസാദം നേടണം എന്നാണ് പറയുന്നത്. ആ ആത്മപ്രസാദത്തെയാണ് അരുൾ എന്ന് പറയുന്നത്. അത് ജീവൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല. ആ അരുളിന് പാത്രമായി മാറണം ഒരു ജീവൻ. അപ്പോഴാണ് ഈ ജീവബോധം അടങ്ങുക. ജീവബോധം എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ, അഹങ്കാര വൃത്തി, അതടങ്ങണം. ജീവബോധം ഉയരാതെ അരുളിൽ അമർന്നടങ്ങുന്ന പക്ഷം നിശ്ചയമായും നീ ശിവമയമായി തീരുന്നതാകുന്നു. വ്യാപകമായ വിഷ്ണുമയം, എല്ലാം ഏകമായ ബ്രഹ്മമയമായി ഭവിക്കുന്നു. ആ മനസ്സടങ്ങി കിട്ടിയാൽ എല്ലാ ദ്വൈതങ്ങളും തുടച്ചു നീക്കപ്പെട്ടു, ഒന്നുമില്ല. പിന്നെ ഒരു ചൈതന്യം മാത്രം. അത് ഈ മനസ്സ് തീണ്ടാത്ത സത്യവുമാണ്. പക്ഷെ ഈ മനസ്സ് അതിൻ്റെ തന്നെ ശക്തി വിശേഷമാണ്. ആ ശക്തി ശക്തനിൽ ലയിച്ചു. ബോധശക്തി ബോധത്തിൽ തിരിച്ച് അടങ്ങുന്നതാണ് മുക്തി. ഇത്രയേ ഉള്ളൂ. ബോധത്തിൽ നിന്ന് പൊന്തിയതുപോലെ താൻ വ്യത്യസ്തമായ ഒന്നാണ് എന്ന പോലെയാണ് ആ ശക്തി പ്രകടമായത്. അത് വീണ്ടും തൻ്റെ കാരണത്തിൽ തന്നെ, സ്രോതസ്സിൽ തന്നെ ഒടുങ്ങിയാൽ മോക്ഷമായി. ഈ മോക്ഷം ആർക്കെന്ന് ചോദിച്ചാൽ ഈ മനസ്സിന് തന്നെ, അല്ലെങ്കിൽ മനോമയനായ ജീവന് തന്നെ. ആത്മാവിന് ബന്ധവും മോക്ഷവും ഒന്നുമില്ലല്ലോ. ആത്മാവും ആത്മശക്തിയും, ആത്മാവ് അധിഷ്ഠാനം, ആത്മശക്തിയാണ് ഇവിടെ കളി നടത്തുന്നത്. മനസ്സ്, പ്രകൃതി, മായ, എന്ത് പേര് പറഞ്ഞാലും വിരോധമില്ല. ശക്തിയുടെ പ്രകടനം, അതാണ് പ്രപഞ്ചം. അടുത്ത പദ്യം വായിക്കാം. അറിവായിരീർ മയക്കമാഹാത് അശയിൽ വെറിശായി വിടാതോ വികർപ്പം പെരിയാ തരാസിനുണിപോൽ സമാധി വരിൻ ജ്ഞാന ഇരാശനും ഉമക്കൊപ്പാരവർ. മനസ്സിന്റെ ഈ വികൃതികളെയൊക്കെ പറഞ്ഞിട്ട് അടുത്തത് അതിനെ എങ്ങനെ നിയന്ത്രിക്കണം. മനോനിയന്ത്രണം മനോമയനായ ജീവന് സാധ്യമല്ല. ഈ ജീവൻ വ്യക്തി എന്ന് പറയുന്ന ആരാ? മനസ്സ് തന്നെ. മനസ്സിന്റെ സൂക്ഷ്മവൃത്തിയാണ് ഈ അഹങ്കാരം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മനസ്സിന്റെ തന്നെ ഒരംശമായ ജീവബോധം ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ അത് വിജയിക്കും? ആ ശ്രമം നമ്മുടെ ഈ ഫിസിക്സിലുള്ള ഒരു അടിസ്ഥാനമായ തത്വം എന്തെന്നറിയാമോ? ഒരു വസ്തുവിന് സ്വയം ചലനത്തെ തുടങ്ങി വെക്കാനോ ചലനത്തെ നിർത്താനോ ഉള്ള കഴിവില്ല. ഈ കഴിവില്ലായ്മയുടെ പേരാണ് ജഡത്വം, ഇനേർഷ്യ. ഞാനൊരു വസ്തു ഇവിടെ വെച്ചിട്ടുണ്ട്, അത് തനിയെ ചലിക്കില്ല, അത് ഉരുണ്ടോടില്ല, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ വീഴില്ല. അങ്ങനെ വീഴുന്നതായി കാണുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്, എന്തോ ബാധയുണ്ട്, ഭൂതം പ്രേതം എന്തോ ഉണ്ട്. കാരണം വസ്തുക്കളൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നു. പേന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പേന ഉരുണ്ട് അപ്പുറത്ത് നീങ്ങിപ്പോകുന്നു. ആദ്യം നമുക്ക് ഭയമാണ് വരുന്നത്, കാരണം ജഡം ചലിക്കില്ല. ജഡത്തിന് സ്വയം ചലനത്തെ തുടങ്ങിവിടാനോ, ഇനി ഒരിക്കൽ ചലനം തുടങ്ങി വിട്ടാൽ സ്വയം അതിന് ആ ചലനത്തെ നിർത്താനോ ഉള്ള കഴിവില്ല. അതാണ് ജഡം. ബോധത്തിന് ചലനത്തെ തുടങ്ങി വെക്കാനും ചലനത്തിന്റെ ദിശ മാറ്റാനും വേണമെങ്കിൽ ചലനത്തെ തന്നെ നിർത്താനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അത് ചൈതന്യം, ചേതനൻ, ബോധം, ഇത് രണ്ടെണ്ണമല്ലേ ഉള്ളൂ. വിശകലനത്തിന്റെ ആദ്യഘട്ടത്തിൽ ജഡബോധങ്ങൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു ഘടകമില്ല. നമ്മൾ അവസാനം ഏത് നിർണയത്തിലാണ് എത്തിച്ചേരുന്നത്? ഈ ജഡം ബോധത്തിന്റെ പ്രകടനം തന്നെ. രണ്ടിൽ തുടങ്ങി ഒന്നിൽ അവസാനിക്കണം. ദ്വൈതത്തിൽ തുടങ്ങി അദ്വൈതത്തിൽ അവസാനിക്കണം. രണ്ട് എന്നുള്ളത് ഭ്രമമാണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് അദ്വൈതം. അത് തന്നെയാണ് അദ്വൈത ജ്ഞാനം. ഇവിടെ എന്ത് പറയുന്നു? അറിവായിരീർ, ബോധമായി നിൽക്കൂ. അറിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ബോധം, അനുഭവം. ബോധമായി നിൽക്കൂ. മനസ്തലത്തിലേക്ക് ഇറങ്ങി വരരുത്. മനസ്സുണ്ട് എന്ന് കരുതുന്നതും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും മനസ്സിന്റെ തലത്തിലേക്ക് ഇറങ്ങി വരലാണ്. ആ പരിപാടിക്ക് പോണ്ട എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ചുമ്മായിരി എന്ന് പറയുന്നത്. പക്ഷെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യൂ, ആത്മാവിനെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നോളൂ.
എന്ത് കണ്ടാലും അതൊക്കെ ബോധമയം എന്ന് ബുദ്ധിയെ പഠിപ്പിക്കൂ. ബുദ്ധി ആ സത്യത്തെ മാത്രം കാണട്ടെ എന്നാണ്. അറിവായിരീർ, അറിവായി ശുദ്ധബോധമായിട്ട് തന്നെ നിലനിൽക്കൂ. മയക്കമാഹാത്, നിന്നെ മിഥ്യ അല്ലെങ്കിൽ ഭ്രമം പിടികൂടില്ല. ആത്മാവിനെ മറക്കുമ്പോഴാണ് ഈ മായാ രാക്ഷസി വന്ന് പിടികൂടുന്നത്. എല്ലാറ്റിനെയും ബോധമായി കാണുകയാണെങ്കിൽ ഈ മായയ്ക്ക് അവിടെ നമ്മളിൽ ഒരു സ്വാധീനവും ഉണ്ടാവില്ല. മായ പരാജയപ്പെട്ട് പിന്മാറും. അതുകൊണ്ടാണ് അറിവായി നിൽക്കൂ. അറിവായി നിൽക്കൂ എന്ന് പറഞ്ഞാൽ നിർവികൽപ്പ സമാധിയിൽ അങ്ങനെ ബോധാനുഭവത്തിൽ കഴിയുക എന്നല്ല. ഈ ശാസ്ത്രീയമായ തത്വം മറന്നു പോകാതെ ഉള്ളിൽ കൊണ്ടു നടക്കൂ. അതാണ് അറിവായിരീർ എന്നുള്ളതിന്റെ അർത്ഥം. അറിവായിരീർ മയക്കമാഹാത്, നിങ്ങൾക്ക് മയക്കമുണ്ടാവില്ല. മിഥ്യ നിങ്ങളെ പിടികൂടില്ല. അശയിൽ ബിറിശായി, ചെറിയ ഒരു ചലനമെങ്കിലും ഈ ബോധത്തിൽ ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും ദ്വൈതത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ, ആത്മഭിന്നമായി വേറെന്തെങ്കിലും കൂടെ ഒന്നുണ്ട് എന്ന് വിചാരിച്ചാൽ പോയി അവിടെ മനസ്സുദിച്ചു എന്നാണ് അർത്ഥം. മനസ്സവിടെ പൊന്തിക്കഴിഞ്ഞു. അശയിൽ ബിറിശായി, ബിറിശ് നമ്മൾ വായിച്ചു, എന്താണ്? റോക്കറ്റ് അല്ലെങ്കിൽ വാണം. അല്പമൊന്ന് ഈ ബോധത്തിൽ ദ്വൈത ബുദ്ധിയെ നാം അനുവദിച്ചു കൊടുത്താൽ അത് ഒരു വാണം പോലെ ആകാശത്തിലേക്ക് ഉയരും എന്ന് പറഞ്ഞാൽ ചിന്തകൾ ശാഖോപശാഖകളായി പടർന്ന് പന്തലിക്കും. പിന്നെ നിങ്ങൾക്ക് ആ മനസ്സിനെ പിടിച്ചാൽ കിട്ടില്ല. മൂലകാരണം എന്താണ്? രണ്ടുണ്ടെന്ന് കരുതി. ആത്മാവിൽ നിന്ന് അന്യമായി ഒരു മനസ്സ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, അന്യമായി കരുതിയത് കൊണ്ടാണത്. ഈ മനസ്സിന് ആത്മാവിൽ നിന്ന് വേറിട്ടതാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു. എങ്ങനെ അംഗീകരിച്ചു? മനസ്സുകൊണ്ട് തന്നെ അംഗീകരിച്ചു, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അംഗീകരിച്ചു. അപ്പോൾ അതിന് ജീവൻ വെച്ചു. അതിനെ ബോധമയമായി കാണുമെന്നാണ്. അശയിൽ ബിറിശായി വിടാതോ വികൽപ്പം. വികല്പം എന്ന് പറഞ്ഞാൽ എന്താ? ദ്വൈതം. അങ്ങനെ മനസ്സിനെ അംഗീകരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ദ്വൈതം ഉണ്ടാക്കുക തന്നെ ചെയ്യും ഈ മനസ്സ്. മനസ്സ് തന്നെയാണ് ദ്വൈതത്തെ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇവിടെ രണ്ടില്ല. മനസ്സാണ് രണ്ടിനെയും പലതിനെയും ഉണ്ടാക്കുന്നത്. അത് ദ്വൈതത്തെ ഉണ്ടാക്കുകയില്ലേ എന്നാണ് ചോദിക്കുന്നത്. പിറിയാ തറാസിൻ നുണി പോൽ. തറാസ്, ത്രാസ്, മലയാളത്തിലെ ത്രാസ് തന്നെയാണ് തറാസ്. പിറിയാ തറാസിൻ നുണി പോൽ. ത്രാസ് നമ്മൾ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് വെയിങ് മെഷീനാണ്. ത്രാസ് ഇങ്ങനെ കേട്ടിടത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ താഴെ ആ വെയിറ്റ് കാണിക്കുന്ന അവിടെ ഒരു സൂചി ഉണ്ടാവും. ഇതിന്റെ മുകളിൽ ഒരു സൂചി, അത് നേരെ വെർട്ടിക്കലായിരിക്കും. ഈ താഴെയുള്ള സൂചിയാണ് വെയിറ്റ് കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത്. ഇത് എപ്പോൾ മുകളിലുള്ള സൂചിയുമായി നേർരേഖയിൽ വരുന്നോ അപ്പൊ ചലനം നിൽക്കും. എപ്പോഴാണ് അത് ചലനം നിൽക്കുന്നത്? രണ്ട് ത്രാസിലും തുല്യ ഭാരം വെക്കുമ്പോൾ. സമത്വം യോഗ ഉച്യതേ. അതാണ് മനസ്സിന്റെ സമനിലയാണ് യോഗം. സമനില എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചായുന്നില്ല ഇങ്ങോട്ടും ചായുന്നില്ല, രാഗവുമില്ല ദ്വേഷവുമില്ല, ന്യൂട്രൽ പൊസിഷൻ, നടുക്ക്. അങ്ങും എങ്ങും തൊടാതെ നിൽക്കുക. നമ്മൾ അങ്ങും എങ്ങും തൊടാതെ സംസാരിക്കുന്നവരാണ്, അതുപോരാ. അങ്ങും എങ്ങും തൊടാതെ നിൽക്കണം. അതാണ് മനസ്സിന്റെ നിശ്ചലത. അപ്പൊ ത്രാസിന്റെ ആ സൂചി പോലെ സമാധി ഉണ്ടായാൽ ജ്ഞാന ഇരാശൻ. ഇരാശൻ എന്ന് പറഞ്ഞാൽ രാശൻ, രാശൻ എന്ന് പറഞ്ഞാൽ രാജൻ. നീ ജ്ഞാന രാജാവായി മാറും. നീ ജ്ഞാനത്തിന്റെ രാജാവായി മാറും. ചക്രവർത്തി, ജ്ഞാന ചക്രവർത്തിയാവും നീ. എപ്പോ? മുകളിലുള്ള സൂചിയും താഴെയുള്ള സൂചിയും നേർരേഖയിൽ വരുമ്പോൾ. ഇവിടെ മുകളിലുള്ള സൂചി എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപം അല്ലെങ്കിൽ ഭഗവത് അനുഗ്രഹം. താഴെയുള്ള സൂചി എന്ന് പറയുന്നത് ജീവബോധം. ഇത് രണ്ടും നേരെയാകുമ്പോ മനസ്സവിടെ ഇല്ല. മനസ്സ് സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരും. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജീവബോധമാകുന്ന സൂചി ചലിച്ചുകൊണ്ടിരിക്കും. ജ്ഞാന ഇരാശനും ഉമക്കൊപ്പാരവർ. അവിടെ ഒരു ചെറിയ അക്ഷരത്തെറ്റുണ്ട്. തരാസിൻ നുണിപോർ സമാധിവരിൻ ജ്ഞാന ഇരാശനും ഉമക്കൊപ്പാരവർ. അങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്റെ മനസ്സിനെ കൊണ്ടെത്തിച്ചാൽ നിനക്ക് തുല്യം വേറെ ആരുണ്ട്? നിനക്ക് തുല്യം നീ മാത്രം എന്നാണ്. അതുല്യനായിത്തീരും, അദ്വിതീയനായിത്തീരും നീ. പ്രപഞ്ചത്തെ തന്നെ, പ്രകൃതിയെ തന്നെ നീ ജയിക്കും. ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് വേഗത്തിൽ വായിച്ചേക്കാം. അതായത് ഈ ആത്മസാക്ഷാത്കാരത്തെ എന്ന് പറഞ്ഞാൽ ബോധാനുഭവത്തെ ഒരു ഉണർവായിട്ടാണ് ആചാര്യന്മാർ പ്രഖ്യാപിക്കുന്നത്. ജാഗ്രത എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണല്ലോ.
ഈ ഉണർവിനേക്കാളും വലിയ ഉണർവാണ് ആത്മസ്ഥിതി എന്ന് പറയുന്നത്. അവിടെ ഈ ജീവബോധം വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നുമില്ല, ഉറക്കത്തിൽ എന്ന പോലെ ലയിച്ചു പോകുന്നുമില്ല, ലയവുമില്ല, വിക്ഷേപവുമില്ല. അത് എന്നാൽ ബോധത്തിൽ ഉണർന്നു വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഉണർവിലിരിക്കുമ്പോൾ നേടേണ്ടതാണ് ആത്മസാക്ഷാത്കാരം. അതൊരു മയക്കം പോലെയുള്ള ഒരു അവസ്ഥയിൽ നേടപ്പെടേണ്ട ഒന്നല്ല. അപ്പോൾ മനസ്സ് സുഷുപ്തി പോലെ ഒരവസ്ഥയിൽ ലയിക്കാതെയും എന്നാൽ വിഷയങ്ങളിലേക്ക് ചലിച്ച് ഇളകാതെയും ഇരിക്കുമ്പോഴാണ് ഈ ആത്മാനുഭവം സിദ്ധിക്കുന്നത്. രമണ മഹർഷിയുടെ ടോക്സ് വിത്ത് രമണ മഹർഷി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ പ്രസക്തമായ ഒരു ഭാഗം ചേർത്തിട്ടുണ്ട്. ജ്ഞാനിയുടെ അവസ്ഥ എന്താണ് എന്നൊരാൾ ചോദിച്ചു. ഈ ജ്ഞാനിയുടെ അദ്ദേഹം ഉള്ളിൽ എന്താണ് അനുഭവിക്കുന്നത്? അതിന് രമണ മഹർഷി പറഞ്ഞ മറുപടി ഇതാണ്: അത് ഉറക്കവുമല്ല, ജാഗ്രതുമല്ല. ജാഗ്രതുമല്ല, ഉറക്കവുമല്ല. ഇത് രണ്ടിൻ്റെ ഈ ഇടയ്ക്കാണ്. ഉറക്കം പോലെ ഒരു ലയാവസ്ഥയുമല്ല, ജാഗ്രത്തിലും സ്വപ്നത്തിലും എന്ന പോലെ ദൃശ്യാനുഭവവും അവിടെ ഇല്ല. നമുക്ക് ഈ മൂന്നെണ്ണമല്ലേ അറിയാവൂ. ഇത് പിന്നെ ജാഗ്രതുമല്ല, ഉറക്കവുമല്ല. അവിടെ ഉറക്കം എന്നതിൽ സ്വപ്നത്തെയും ഉൾപ്പെടുത്താം. ദൃശ്യാനുഭവവും ഇല്ല, അല്ല ജാഗ്രത്തിനകത്ത് സ്വപ്നത്തിനെയും ഉൾപ്പെടുത്താം. രണ്ടിടത്തും വിഷയാനുഭവങ്ങളുണ്ടല്ലോ. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒന്നാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ജാഗ്രത്തിൽ നമ്മൾ ഉണർവോടെയാണല്ലോ വർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഉണർവ് ഈ ജ്ഞാനിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് ഉറങ്ങും ജ്ഞാനി. ബാലകൃഷ്ണന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങുന്നതിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റുമോ? എൻ്റെ ഉറക്കത്തിന് സാക്ഷിയായി എനിക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റിയാൽ നിങ്ങൾ ആത്മാവായി. അതായത് മറ്റവസ്ഥകളെ കാണുന്നത് പോലെ ഉറക്കത്തെയും മാറി നിന്ന് കാണണം. ഇനിയിപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുകയൊന്നും വേണ്ട, കൊല്ലാപ്പൊന്നും ഒപ്പിക്കില്ലേ. ഒരു ജ്ഞാനി സ്വാഭാവികമായി ഉള്ളിൽ അനുഭവിക്കുന്നത് അതാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ സാക്ഷിയാണ് അദ്ദേഹം. അതിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഉണർവുണ്ട്. അതേസമയം സുഷുപ്തിയിലുള്ളതുപോലെ നിശ്ചലതയും സുഖവും ഉണ്ട്. സുഷുപ്തിയിൽ ഉണർവില്ല, ജാഗ്രത്തിൽ നിശ്ചലതയും സുഖവുമില്ല. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഈ ആത്മസ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ നിശ്ചലതയുമുണ്ട്, സുഖവുമുണ്ട്, ഉണർവുമുണ്ട്. ഇത് എന്തവസ്ഥയാണിത്? അതാണ് പറഞ്ഞത്, അത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. രമണ മഹർഷി പറയുന്നത് കൂടെ കേൾക്കൂ. ഇതിനെ ജാഗ്രത് സുഷുപ്തി എന്നാണ് പറയുന്നത്. ജാഗ്രത്തിലുള്ള ഉറക്കം, ഉണർവോടുകൂടിയ ഉറക്കം, അല്ലെങ്കിൽ ഉറക്കത്തിലുള്ള ഉണർവ്. എങ്ങനെ വേണമെങ്കിലും പറയാം, വാക്കുകൾ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അമ്മാനമാടാം. പക്ഷെ അതൊന്നും ആ അനുഭവത്തെ വേണ്ടവണ്ണം പ്രകടമാക്കുന്നില്ല. എന്താണെന്ന് ഒരാളെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയണ്ടേ? ബോധപൂർവമുള്ള ഉറക്കം അല്ലെങ്കിൽ ബോധമില്ലാത്ത ഉണർവ്. ഉണർവിൽ ബോധമുണ്ടാകും, ഉറക്കത്തിൽ ബോധമുണ്ടാവില്ല. ബോധത്തോടു കൂടിയ ഉറക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഉണർവോട് കൂടിയ ഉറക്കം എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഉണർവോട് കൂടിയ ഉറക്കവും നമുക്കറിയില്ല, ബോധമില്ലാത്ത ഉണർവില്ലാത്ത ജാഗ്രതും നമുക്കറിയില്ല. അങ്ങനെ ഒരു വിശേഷപ്പെട്ട അവസ്ഥയാണ്. നിങ്ങളുടെ ചിന്തകളുടെ മൂലത്തിലേക്ക് പോകൂ, അതിൻ്റെ തായ്വേര് അന്വേഷിച്ചു പോകൂ. നിങ്ങൾ ഉറക്കത്തിലുള്ളതുപോലെ ഒരു നിശ്ചലമായ അവസ്ഥയിൽ ചെന്നെത്തും. പക്ഷേ നിങ്ങൾ അതിൽ ചെല്ലുമ്പോൾ നല്ല ഉണർവുണ്ടാവണം, മനസ്സ് ലയിച്ചു പോകാതെ നോക്കിക്കൊള്ളണം. ഒരു അന്വേഷണ ത്വര ആ അവസ്ഥയിൽ ഉണ്ടാകണം. ഇതിനെ കണ്ടെത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം. പൂർണ്ണ ബോധം ഉണർവിൽ ആണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നാണ്. മലയാളം വ്യാഖ്യാനം കൂടെ ഓടിച്ചു വായിച്ചേ. കരുവികളെല്ലാം നേതി ചെയ്ത് മാറ്റി. കരുവികൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ജീവന്റെ ഉപകരണങ്ങളാണ്. അതിനെയെല്ലാം ഇതല്ല എന്ന് നീക്കി മരുവുന്ന ഉയരറിവിന് എന്ന് പറഞ്ഞാൽ ജീവബോധത്തിന് ഉയരായുള്ള അരുളറിവായി നീ നിൽക്കുന്ന പക്ഷം, ജീവബോധത്തിന് ജീവൻ നൽകുന്നത് പരമാത്മബോധമാണ്, ചൈതന്യമാണ്. അങ്ങനെ ആ ചൈതന്യമായി നീ നിൽക്കുന്ന പക്ഷം നിന്റെ ബോധം മയങ്ങാനോ തന്മൂലം വിഷയക്കുടുക്കിൽ പെടുവാനോ നിനക്ക് ഇടയാവുകയില്ല. ത്രാസിന്റെ കീഴ്മുള്ള് നിശ്ചലമായി നിൽക്കുന്ന മേൽമുള്ളിനൊപ്പം വന്ന് നേരെ നിന്ന് നിശ്ചലത പോകും വണ്ണം നീ നിന്റെ മനസ്സിനെ സങ്കല്പരഹിതമാക്കി ചിന്മാത്ര സമാധിയാൽ ലയിപ്പിച്ച് അങ്ങനെ അമരുന്ന പക്ഷം, അമരുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക, സ്ഥിതി ചെയ്യുക. അങ്ങനെ ഇരുന്നാൽ നീ സാക്ഷാത് ജ്ഞാനരാജനാകും. ആ സ്ഥിതിയിൽ നീ അതുല്യനത്രേ. നിന്നെ
വെല്ലാൻ വേറെ ആരുമില്ല, നീ പരമാത്മാവായി തന്നെ സ്ഥിതി ചെയ്യും. തുടർന്നുള്ള പദ്യം നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.